Good evening, everyone. നമുക്ക് start today. Okay, so നമുക്ക് ഇന്ന് നോക്കേണ്ടത് ബ്ലോക്ക് 6 ആണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. ഓക്കെ, സോ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പർ ആണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 06DC റൂറൽ സോഷ്യോളജിയുടെ ബ്ലോക്ക് 6 വോയിസസ് ഓഫ് റൂറൽ സൊസൈറ്റി. ഈ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ്. സോ റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ്. സോ ഇതില് റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ് ഒരു പവർഫുൾ ആയിട്ട് ഒരു കോൾ വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള കളക്റ്റീവ് ആക്ഷനാണ്. അതായത് റൂറൽ മേഖലയിൽ ആളുകൾ ഒത്തൊരുമിച്ച് വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണ് റൂറൽ സോഷ്യൽ മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ അർബൻ തലങ്ങളിൽ ഇതിന് വിരുദ്ധമായിട്ട് അർബൻ മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും ആളുകളുടെ അല്ലെങ്കിൽ അർബൻ സെക്ടേഴ്സിലുള്ള ആളുകളുടെ ആവശ്യം പലപ്പോഴും ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അവരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റീനെ ബന്ധപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ അതേസമയം റൂറൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ റൂറൽ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ആളുകളുടെ മൂവ്മെന്റ്സ് എന്തിനായിട്ടാണ്? പലപ്പോഴും അഗ്രേറിയൻ പലപ്പോഴും അവിടെ എന്താണ് ആളുകളുടെ, അതായത് റൂറൽ മേഖലയിലുള്ള ആളുകൾ പ്രധാനമായിട്ട് അവരുടെ ഒക്യുപ്പേഷൻ എന്താണ്? അഗ്രികൾച്ചർ മേഖലകളാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? അഗ്രേറിയൻ പൊളിറ്റിക്കൽ എക്കോണമി, ആ മേഖലയിലുള്ള അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അവർ പലപ്പോഴും മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് നയിക്കുന്നത്. സോ എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാകുന്ന അഗ്രികൾച്ചറും ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് പല ഘട്ടങ്ങളിലും അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. സോ റൂറൽ മൂവ്മെൻറ്റ്സ് പലപ്പോഴും എന്താണ് ലൈഫ് സ്റ്റൈൽ ചോയ്സസ് അല്ല, പകരം എന്താണ് ദ ബോൺ ഫ്രം മെറ്റീരിയൽ സർവൈവൽ. അതായത് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ദൈനംദിനം ആവശ്യങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുകയും അല്ലെങ്കിൽ അതിനെ ത്രെട്ടൻ ചെയ്യുന്ന രീതിക്കുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്യുമ്പോഴത്തേക്കാണ് അവർ ഈ മൊബിലൈസ് ചെയ്തുകൊണ്ട് സംഘടിച്ചുകൊണ്ട് സോഷ്യൽ മൂവ്മെൻറ്റ്സിലേക്ക് പോകുന്നത്. സോ അതിൽ എക്കണോമിക് ഫാക്ടേഴ്സായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ക്രോപ്സിൻ്റെ പ്രൈസസ് പലപ്പോഴും എന്താണ്, അത് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നതല്ല, പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആ ഫ്ലക്ച്വേഷൻ പലപ്പോഴും ഏറ്റവും താഴെത്തട്ടിലാണ് കൃഷിക്കാരൻ വരുന്നത്. ഇവർ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രോഫിറ്റ് ലഭിക്കും. പക്ഷേ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രോഫിറ്റ് ലഭിക്കാറില്ല. അതുവഴി എന്ത് സംഭവിക്കുന്നു, അവർ പലപ്പോഴും കടകിണികളിലായി പോകുന്നു. ആൻഡ് പിന്നീട് അടുത്ത സൈക്കിൾ ഓഫ് ഫാമിംഗ് തുടങ്ങാനായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും വരുമാനം അല്ലെങ്കിൽ മാർഗ്ഗമില്ലാണ്ടാകുന്നു. സോ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ എക്കണോമിക് ഫാക്ടേഴ്സ് കുമിഞ്ഞുകൂടുമ്പോഴത്തേക്ക് ഇവർ ഈ പറയുന്ന പോലെ സോഷ്യൽ മൂവ്മെൻറ്റ്സിലേക്ക് പോകുന്നു. മറ്റൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് ആക്സസ് ആണ്. അതായത് ലാൻഡ് ഏലിയനേഷൻ. എന്തെങ്കിലും കാരണവശാൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സോ അല്ലെങ്കിൽ ഭൂമി ഗവൺമെൻറ് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അവരുടെ വരുമാന മാർഗമായിട്ടുള്ള ഭൂമി നഷ്ടപ്പെടുകയാണ്. സോ അപ്പോൾ അതിനെതിരെ പോരാടുന്നത് അതും ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ലേബർ ആൻഡ് ഐഡൻറ്റിറ്റി, അതായത് ബർഡൻ ഓഫ് ജെൻഡേർഡ് ലേബർ. സോ പലപ്പോഴും കാണുന്ന എന്താണ്, സ്ത്രീകൾ ഹെവി ഫാം വർക്ക് ചെയ്യുന്നു, പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവർ ചെയ്യുന്ന ജോലിക്ക് അതിനായിട്ടുള്ള റെക്കഗ്നേഷൻ അവർക്ക് കൊടുക്കാറില്ല. സോ എന്ത് ചെയ്യുന്നു, അവരുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടുന്നു. മറ്റൊരു തലത്തിൽ ഉണ്ടാകുന്ന റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കൽ പ്രീകാരിറ്റിയാണ്. അതായത് ലിവിങ് ഓൺ ദി ഫ്രണ്ട് ലൈൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കൊണ്ട് ഉണ്ടാകുന്ന, അതായത് പലപ്പോഴും റൂറൽ സെക്ടേഴ്സിലുള്ള ആളുകൾ ഈ പറയുന്ന അഗ്രികൾച്ചറിലായിരിക്കുകയും ഭൂമിയായിട്ട് ഇടപെടുന്നവരായതുകൊണ്ട് തന്നെ എന്താണ്,
അറ്റ്മോസ്ഫിയറിലേക്ക്, അതായത് ഗ്ലോബൽ തലങ്ങളിൽ ക്ലൈമറ്റിലും ഭൂമിയിലും എൻവയൺമെൻറ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും കൂടുതൽ ആരെയാണ് ബാധിക്കുന്നത്? ഈ റൂറൽ മേഖലയിലുള്ള ആളുകളെയാണ്. സോ അതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാകാനായിട്ട് അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടും സോഷ്യൽ മൂവ്മെൻറ്റ്സ് നയിക്കാറുണ്ട്. സോ പലപ്പോഴും ഈ തരത്തിലുള്ള റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് നടക്കുമ്പോഴത്തേക്ക് റൂറൽ പോപ്പുലേഷനും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ആയിട്ടുള്ള മോഡേൺ സിസ്റ്റംസും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ എപ്പോഴും ഒരു എനിമിറ്റി ആണ് കാണുന്നത്, ഒരു ശത്രുത ഉള്ളതായിട്ടാണ്. അതായത് അവിടെ എപ്പോഴും എന്താണ്, ദർ ഇസ് എ ഷിഫ്റ്റ് ടുവേർഡ്സ് ബിഗ് ബിസിനസ്സസ്, ഫാമിംഗ് ആൻഡ് മാർക്കറ്റ് ഡ്രിവൻ പോളിസി. സോ കേന്ദ്ര അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റംസ് എന്തിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അവിടെ ബിഗ് ബിസിനസ് ഫാമിംഗ് കമ്പനീസിനെയും മാർക്കറ്റിൽ എന്താണോ ആവശ്യം അല്ലെങ്കിൽ മാർക്കറ്റിന് കൂടുതൽ യോജിക്കുന്ന വസ്തുക്കളെ സൃഷ്ടിക്കാനാണ് അവിടുത്തെ ഫോക്കസ്. സോ അവിടെ എന്താണ്, ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറൈസേഷൻ ആണ് കാണുന്നത്. ആൻഡ് മറ്റൊരു എനിമിറ്റിയുടെ കാര്യമാകുന്നതെന്ന് പറഞ്ഞാൽ വെൻ ദി ഗവൺമെൻറ് ഫേവേഴ്സ് ലാർജ് കോർപ്പറേഷൻസ് ഓവർ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്. അതായത് സ്റ്റേറ്റും ക്യാപിറ്റലും തമ്മിലുള്ളൊരു അലയൻസ്. അതായത് ഗവൺമെൻറ് പല സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ താഴെത്തട്ടിൽ നിൽക്കുന്ന സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് ഒപ്പം നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അവർ നൽകുന്ന സപ്പോർട്ട് പലപ്പോഴും മൾട്ടിനാഷണലും ലാർജ് കോർപ്പറേഷനാണ്. ആൻഡ് കൂടാതെ മൂന്നാമത്തെ ഒരു എനിമിറ്റിയുടെ കാരണമാകുന്നതെന്ന് പറഞ്ഞാൽ പാട്രിയാർക്കി. അതായത് പ്രോപ്പർട്ടി ലോസ് ആൻഡ് സോഷ്യൽ നോംസ് എന്ത് ചെയ്യുന്നു, സ്ത്രീകളെ പലപ്പോഴും ഭൂമി ഉടമകളാകുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. അത് പാട്രിയാർക്കിയിൽ ഊന്നി നിൽക്കുന്ന നിയമവശം ഉള്ളത് കൊണ്ടാണ്. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പലപ്പോഴും റൂറൽ പോപ്പുലേഷനും മോഡേൺ തലത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റംസുമായിട്ട് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ വഴിയൊരുക്കുന്നു. സോ എങ്ങനെയാണ് റൂറൽ ആക്ടിവിസ്റ്റുകൾ ഇക്കാലത്ത് പ്രശ്നങ്ങളെ നേരിടുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അവരുടെ ട്രഡീഷണലി എന്തായിരുന്നു സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നത്? ധർണകൾ നടത്തും, പദയാത്രകൾ നടത്തും, അല്ലെങ്കിൽ കോപ്പറേറ്റീവായിട്ട് മറ്റ് സംഘടനകളോട് ചേർന്നുകൊണ്ട് മീറ്റിങ്സും മൂവ്മെൻറ്റ്സും നയിക്കും. സോ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ആക്ടിവിസമാണ് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകത എന്താണ്, ഇൻഫർമേഷൻ സൊസൈറ്റിയാണ്. സോ അവിടെ എന്തിനാണ് ഒരു ഡോമിനൻസ് ഉള്ളത്? ഇവിടെ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജിക്ക് ഒരു ഡോമിനൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവർ നെറ്റ്വർക്ക് ആക്ടിവിസത്തിലേക്ക് പോകുന്നു. അതായത് സോഷ്യൽ മീഡിയ പോലുള്ള മെക്കാനിസംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ സ്റ്റേറ്റിൽ മാത്രമല്ല അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അവരെയും കൂടെ അവെയറാക്കി അവരിൽ നിന്നും സപ്പോർട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മൂവ്മെൻറ്റ് അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മറ്റൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മെമ്മറി മേക്കിംഗ് ആണ്. അതായത് അവരെന്ത് ചെയ്യുന്നു, അവർ റിയൽ ടൈമിൽ ചെയ്യുന്ന അവരുടെ സ്ട്രഗിളിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സംഘടിക്കുന്നതെല്ലാം എന്ത് ചെയ്യുന്നു, അവർ ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും പ്രചരിപ്പിക്കുകയാണ്. സോ അവിടെ എന്ത് ചെയ്യണം, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്ട്രഗിൾസിനെ അവർ ഡോക്യുമെൻ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് ലോക്കൽ സോളിഡാരിറ്റി. അതായത് അവരെന്ത് ചെയ്യുന്നു, ദ ബിൽഡിംഗ് അലയൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് ഗ്ലോബൽ മൂവ്മെൻറ്റ്. സോ ഈ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഈ നെറ്റ്വർക്ക് ആക്ടിവിസം നടക്കുമ്പോഴത്തേക്ക് തന്നെ അത് എന്തിന് വഴിയൊരുക്കുന്നു, അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് ഈ മൂവ്മെൻറ്റ് ഒതുങ്ങുന്നില്ല. അവിടെ ഒരു സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ട്രാൻസീഡ് ചെയ്യുകയാണ്. അതായത് അതിനും അപ്പുറം പോയിക്കൊണ്ട് അവർക്ക് റീച്ച് ലഭിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ്. സോ എന്താണ് ഈ ഫാമേഴ്സ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സിൽ കാണപ്പെടുന്ന ഇതിൻ്റെ പിറകിലുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്? സോ ഇവിടെയുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യയുടെ ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് നോക്കണം. സോ ആ ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് കാണാൻ കഴിയുന്നത്, ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആളുകളെ ഈ വിഭാഗത്തിലുള്ള പെസൻറ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറൽ ഒപ്രഷൻ നടത്തുകയാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന
ഡിസ്ട്രെസ് അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ റൂട്ട് കോസസ് എന്താണ്, റൂട്ട് കോസസ് ഓഫ് അഗ്രേറിയൻ ഡിസ്ട്രെസ് എന്താണെന്നുള്ളത്. സോ ആദ്യം തന്നെ കൊളോണിയൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയൽ പോളിസീസ് എന്ത് ചെയ്തു, ഇന്ത്യൻ ട്രഡീഷണൽ ഫാമിങ്ങിനെ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് മെഷീനറിയുടെ ഭാഗമാക്കി മാറ്റി. കാരണം എന്താണ്, പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഫാമേഴ്സ് എന്ത് ചെയ്തിരുന്നു, ട്രഡീഷണൽ ആയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്. കൊളോണിയലിസത്തിൻ്റെ വരവോടെ എന്ത് ചെയ്തു, അവർ ക്യാഷ് ക്രോപ്സിലേക്ക് ഫോഴ്സിബിളി ഇവരെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങി. അത് കൾട്ടിവേറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധം തുടങ്ങി. കൂടാതെ എന്താണ്, പല ടാക്സിങ് സിസ്റ്റംസും മെക്കാനിസംസും ഇവരുടെ മേലിൽ കൊണ്ടുവന്നു. സോ പ്രൈമറിലി ഇവരുടെ ഇടയിൽ ഒരു റെബല്യൻ, അതായത് പെസൻറ്റ് ക്ലാസിൻ്റെ ഇടയിൽ ഒരു റെബല്യൻ ഉണ്ടാകാനായിട്ട് ആദ്യം വഴിയൊരുക്കിയത് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ്. അതായത് ജമീന്ദാരിയും റോയ്റ്റ്വാരിയും മഹൽവാരി പോലുള്ള ടാക്സിങ് സിസ്റ്റംസ് എന്ത് ചെയ്തു, ലാൻഡിന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമി ഉള്ള അല്ലെങ്കിൽ ഈ ഭൂമി ഉപയോഗിക്കുന്ന ആളുകളുടെ മേൽ ഹെവി ആയിട്ടുള്ള ടാക്സുകൾ ഏർപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് പേയ്മെൻറ്റ്സിലേക്ക് ഇവരെ തള്ളിവിടുകയുമാണ്. മറ്റൊരു തലത്തിൽ എന്ത് സംഭവിച്ചു, കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറാണ്. അതായത് എന്ത് ചെയ്തു, ഇവർ ഡേ ടു ഡേ ആവശ്യം അവരുടെ കുടുംബത്തിനും അവരുടെ നാട്ടിലുമുള്ള അവരുടെ ആവശ്യത്തിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, വിദേശികളുടെ ആവശ്യത്തിനായിട്ട് കൊളോണിയൽ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യത്തിന് ആയിട്ട് വരുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് ഇവർ ക്യാഷ് ക്രോപ്സിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇൻഡിഗോയും കോട്ടൺ പോലത്തുള്ള എക്സ്പോർട്ട് മെറ്റീരിയൽസിലേക്ക് ഇവരെ ഫോഴ്സിബിളി കൾട്ടിവേഷന് വഴിയൊരുക്കുകയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഡെറ്റ് ട്രാപ്പ്. അതായത് ഈ പറയുന്ന ഹൈ ടാക്സസ് ഇവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ എന്ത് പറ്റി, ഇവർക്ക് ഈ കൾട്ടിവേഷനിൽ നിന്ന് ടാക്സ് അടയ്ക്കാനുള്ള വരുമാനം ലഭിക്കാതെ ആയപ്പോഴത്തേക്ക് പല ഫാമേഴ്സും മണി ലെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. സോ മണി ലെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഇവർ പെർമനൻറ്റ് ഈ പെസൻറ്റ് ക്ലാസ് ഈ ഒരു ഡെറ്റ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതായത് അവരുടെ ഭൂമി അല്ലാതെ ആകുന്നു. സ്വന്തമാണെങ്കിൽ പോലും എന്താണ്, അതിൽ ഉപയോഗിക്കണമെങ്കിൽ അതിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. സോ അതുവഴി എന്ത് സംഭവിച്ചു, ലാൻഡ് ഏലിയനേഷൻ ഒരു ഭാഗത്ത് നടന്നു. കൂടാതെ അവർ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് കടക്കിണിയിൽ അകപ്പെടുകയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ ഒപ്രഷൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ബോണ്ടഡ് ലേബർ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ നിന്ന് കടം മേടിച്ചു, മണി ലെൻഡറിൻ്റെ നിന്ന് കടം മേടിച്ചു, നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഈ പണം തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവരുടെ ഒരു കീഴിൽ പ്രവർത്തിക്കുന്ന ബോണ്ടഡ് ലേബറാക്കി മാറ്റുകയാണ്. അതേപോലെ തന്നെ എക്സ്ട്രീം ടെനൻസി എക്സ്പ്ലോയിറ്റേഷൻ. സോ മറ്റുള്ളവരുടെ ഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് ഒന്നും എടുക്കാൻ സാധിക്കാതെ എന്ത് ചെയ്യപ്പെടുകയാണ്, അവർ ടാക്സ് അടയ്ക്കുകയും മറ്റുള്ളവർക്ക് അവരുടെ പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു വഴിയിലേക്ക് പോവുകയാണ്. സോ ഇതിൽ നിന്നെല്ലാമാണ് ഈ അഗ്രേറിയൻ ഡിസ്ട്രെസിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത്. അതും പ്രീ ഹിസ്റ്റോറിക് കാലത്ത്, അതായത് പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പായിട്ട് ഒരു കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായതാണ് ഈ പറയുന്നത്. ഇനി പ്രീ നാഷണലിസ്റ്റ് അപ്രൈസിങ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് നാഷണലിസ്റ്റ് കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സ് ആണ്. സോ ഏർലി മൂവ്മെൻറ്റ്സ് വർ ഓഫൺ സ്പോണ്ടേനിയസ് ആൻഡ് ലോക്കലൈസ്, ഫോക്കസിങ് ഓൺ ഇമ്മീഡിയറ്റ് സർവൈവൽ. സോ ഈ പ്രീ നാഷണലിസ്റ്റിക് കാലത്ത് ഉണ്ടായിട്ടുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സ്, റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ എന്തായിരുന്നു, പലപ്പോഴും സംഘടിതമായിട്ട് അല്ലെങ്കിൽ സ്പർ ഓഫ് ദ മൊമെൻറ്റിൽ നടന്നിട്ടുള്ളതാണ്. സ്പർ ഓഫ് ദ മൊമെൻറ്റിൽ സ്പോണ്ടേനിയസ്ലി വന്നിട്ടുള്ളതാണ്. കൂടാതെ എന്താണ്, വെരി ലോക്കലൈസ്ഡ് ആയിട്ടായിരുന്നു, അതാത് മേഖലകളിൽ ഒതുങ്ങിക്കൂടിയത് ആയിരുന്നു. ആൻഡ് പലപ്പോഴും മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു, അവരുടെ സർവൈവൽ അൾട്ടിമേറ്റ്ലി ത്രെട്ടൻ ചെയ്യപ്പെടുമ്പോഴത്തേക്കായിരുന്നു ആളുകൾ ഈ പറയുന്ന അപ്രൈസിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സോ അതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സാന്താൾ റെബല്യൻ, അതായത് 1955 to 56 നടന്നതാണിത്. ഇത് നയിച്ചത് സിദ്ധു ആൻഡ് കൻഹു മുർമു എന്ന് പറയുന്ന വ്യക്തികളാണ്. ഇവരുടെ ലീഡർഷിപ്പിലായിരുന്നു ഈ ഒരു റെബല്യൻ നടന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രൈബൽ പെസന്റ് റിവോൾട്ട് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അഗൈൻസ്റ്റ് ദി ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇന്ന് നമ്മൾ ജാർഖണ്ഡായിട്ട് അറിയാവുന്ന ഈ സ്ഥലത്തായിരുന്നു ഈ ട്രൈബൽ പെസന്റ് റിവോൾട്ട് നടന്നത്. ഇത് ആർക്കെതിരെയായിരുന്നു, ജമീന്ദാർസും മണി ലെൻഡേഴ്സിനും എതിരെയാണ് ഈ അപ്രൈസിങ് നടന്നത്.
മറ്റൊരു റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഇസ് ദി ഇൻഡിഗോ റിവോൾട്ട്, അതായത് 1959-നും 60s നടന്ന റിവോൾട്ടാണ്. സോ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നത് ബംഗാൾ പെസൻസ് ആയിരുന്നു. സോ ബംഗാൾ പെസൻസ് എന്ത് ചെയ്തു, അവർ ഈ യൂറോപ്യൻ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ആവശ്യത്തിനായിട്ട് യൂറോപ്യൻ കോൺട്രാക്റ്റിൻ്റെ കീഴിൽ അവരെ ബലാത്കാരമായിട്ട് ഇൻഡിഗോ കൃഷി ചെയ്യണമെന്ന് ഉള്ളതിന് എതിരെ അവർ പോരാടിയതായിരുന്നു. സോ ഇതിനെ നമ്മൾ പലപ്പോഴും ഒരു വിക്ടറി ആയിട്ട് കാണും. അതായത് അവരുടെ ഇഷ്ടമുള്ള വസ്തു കൃഷി ചെയ്യാനുള്ള അവകാശം അവർക്ക് ഈ റിവോൾട്ട് വഴി നേടിയെടുക്കാൻ സാധിച്ചായിരുന്നു. മറ്റൊരു റിവോൾട്ട് അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത് ഡെക്കാൻ റൈറ്റ്സ്, അതായത് 1875-ലാണ് ഇത് സംഭവിച്ചത്. സോ ഇതൊരു ടാർഗറ്റഡ് റിവോൾട്ടായിരുന്നു. മഹാരാഷ്ട്രയിലാണ് ഇത് സംഭവിച്ചത്. ആൻഡ് ഇവിടെ വീണ്ടും മണി ലെൻഡേഴ്സിനെതിരെയും ഇവരെ ഈ കടക്കെണിയിലാക്കുന്ന സിസ്റ്റത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടമായിരുന്നു ഡെക്കാൻ റൈറ്റ്സിൽ കണ്ടത്. സോ പിന്നീട് എന്ത് സംഭവിക്കണം, നമ്മൾ നാഷണലിസ്റ്റിക് പൊളിറ്റിക്സിലേക്ക് വരികയാണ്. നാഷണലിസ്റ്റിക് പൊളിറ്റിക്സ് ആയപ്പോഴത്തേക്ക് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലും ആളുകൾ സംഘടിക്കുകയാണ്. സോ ഇവിടെ പെസൻറ്റ് ഇഷ്യൂസ് എന്തായി, ലോക്കൽ പ്രശ്നങ്ങളായിട്ട് മാറുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് എന്ത് ചെയ്തു, ഇതിനൊരു നാഷണൽ അംഗീകാരം അല്ലെങ്കിൽ നാഷണൽ സ്റ്റേജ് ലഭിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചമ്പരൻ സത്യാഗ്രഹം, അതായത് ഇത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു. ദിസ് വാസ് എഗൻസ്റ്റ് ദി തിൻകാത്തിയ സിസ്റ്റം, അതായത് ഫോഴ്സിബിളി കൃഷിക്കാരെ കൊണ്ട് ഇൻഡിഗോ കൃഷി ചെയ്യിപ്പിക്കുന്ന ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഇൻഡിഗോ കൃഷി ചെയ്യിപ്പിക്കുന്നതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹ സമരം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഖേദ ഓർ ബാർഡോലി സത്യാഗ്രഹാസ്. സോ ഇത് ഗാന്ധിയും പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റവന്യൂ റെമിഷൻസ് ഡ്യൂറിങ് ക്രോപ്പ് ഫെയിലിയർ അല്ലെങ്കിൽ ഫാമിൻ ഉണ്ടാകുന്ന സന്ദർഭത്തിലും, അല്ലെങ്കിൽ കൃഷി എല്ലാ വർഷവും ഒരേപോലെ എടുക്കാൻ സാധിക്കണമെന്നില്ല അല്ലേ. ഇപ്പോൾ അസമയത്തുണ്ടാകുന്ന ഒരു മഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി കൊണ്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മഴ കിട്ടിയില്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കും, ആ കൃഷി അവർക്ക് അതിൽ നിന്ന് വിചാരിച്ചത്ര വിളവ് കിട്ടണമെന്നില്ല, നശിച്ചു പോകും. സോ ഇങ്ങനത്തെ സമയങ്ങളിൽ എന്ത് സംഭവിക്കും, ഇവർക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്തപ്പോഴത്തേക്ക് ഈ പറയുന്ന ടാക്സ് റവന്യൂകളോ ലാൻഡ് റവന്യൂസോ ഇവർക്ക് അടയ്ക്കാൻ കഴിയാണ്ട് വരും. സോ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന റവന്യൂ റെമിഷൻസിന് എതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കിസാൻ സഭ മൂവ്മെൻറ്റ്. സോ കിസാൻ സഭ മൂവ്മെൻറ്റിൽ എടുത്തു പറയാനായിട്ടൊരു ലീഡറില്ല, അനേകം പേരുടെ ലീഡർഷിപ്പിലായിരുന്നു അത് ഉണ്ടായത്. സോ ദിസ് ഓർഗനൈസ് യൂണിയൻസ് ഡിമാൻഡിങ് ഫെയർ റെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ടെനൻസ്. സോ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാകുകയും എന്താണ് ആവശ്യപ്പെടുന്നത്, ഫെയർ ആയിട്ടുള്ള റെൻ്റ് ആയിരിക്കണം ഭൂമിക്ക് വേണ്ടി വാടക എടുക്കേണ്ടതെന്നുള്ളതും, അതുകൂടാതെ എന്താണ്, ഈ ടെനൻസിന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. സോ ഗാന്ധിയുടെ ഒരു എൻട്രി വഴി എന്ത് സംഭവിച്ചു, ഹി ടേൺ പെസൻറ്റ് സ്ട്രഗിൾസ് ഇൻ ടു എ മോറൽ ക്രൂസേഡ്സ്. സോ അദ്ദേഹം ഇതിലേക്കൊരു മോറൽ ആശയം കൂടെ കൊണ്ടുവരികയാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം മറ്റ് സ്പിയേഴ്സിൽ ഉപയോഗിച്ച പോലെ തന്നെ നോൺ വയലൻറ്റ് ആശയങ്ങളാണ് ഇവിടെയും ഉപയോഗിച്ചത്. സോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പല സന്ദർഭങ്ങളിലും ഗാന്ധി എന്ത് ചെയ്തത്, സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതായത് റൂറൽ മേഖലകളിൽ കാണപ്പെടുന്ന സഫറിങ്സ് പരിഹരിക്കപ്പെടണമെങ്കിൽ സെൽഫ് റൂൾ കൊണ്ടുവന്നാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത്. സോ ഇനി മിലിറ്റൻ്റ് ആൻഡ് ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഗ്രസ് പലപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു റിഫോമിസ്റ്റ് പാത്തായിരുന്നു. അതേസമയം CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്തിരുന്നത് റാഡിക്കലായിട്ടുള്ള സ്ട്രക്ചറലി മാറ്റം കൊണ്ടുവരണം എന്നായിരുന്നു അവരുടെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഈ തെബങ്ക മൂവ്മെൻറ്റ് 1946 to 47. സോ അവിടെ എന്ത് സംഭവിച്ചു, ഷെയർ ക്രോപ്പേഴ്സ് ഇൻ ബംഗാൾ ഡിമാൻഡഡ് 2/3 ഷെയർസ് ഓഫ് ദി ഹാർവെസ്റ്റ്. അതായത് ഈ കൃഷി ഇറക്കുന്നവർ തന്നെ എന്ത് ചെയ്തു, അവർക്ക് കാലാകാലങ്ങളായിട്ട് ഹാഫ് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് പകരം എന്ത് ചെയ്യാൻ തുടങ്ങി, 2/3 ഷെയർ അവർക്ക് ലഭിക്കണം എന്നുള്ള ആവശ്യം അവർ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു മൂവ്മെൻറ്റ് തെലുങ്കാന മൂവ്മെൻ്റ് ആണ്. സോ തെലുങ്കാന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എ മാസീവ് ആംഡ് റിവോൾട്ട് ഹാപ്പൻ എഗൻസ്റ്റ് ദി ഫ്യൂഡൽ
നിസാം റൂൾ ഫോക്കസിങ് ഓൺ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എൻഡിങ് ബോണ്ടഡ് ലേബർ. സോ തെലങ്കാന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 1946-51 കാലയളവിൽ എന്തായിരുന്നു, ആളുകൾ ആയുധങ്ങൾ എടുത്തുകൊണ്ട് റിവോൾട്ട് ചെയ്യുകയാണ്. ആർക്കെതിരെ? ഫ്യൂഡൽ നിസാം റൂളിന് എതിരെ അവർ പോരാടുകയാണ്. കാരണം എന്തായിരുന്നു? ഈ പറയുന്ന ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ന്യായമായിട്ട് നടത്തണമെന്നും കൂടാതെ ബോണ്ടഡ് ലേബർ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. സോ ഒരു പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഫാമേഴ്സ് മൊബിലൈസേഷൻ നടത്തിയിട്ടുള്ളതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഒരു പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതാണ്, അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി കമ്മിങ് ടു ദി പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ. സോ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്നത് 1947 ശേഷമുള്ള കാലയളവാണ്. ആൻഡ് ഇവിടുത്തെ ഫാമർ മൂവ്മെൻറ്റ്സിൻ്റെ ഫോക്കസ് കൊളോണിയൽ റെസിസ്റ്റൻസിൽ നിന്ന് മാറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് മാറുകയാണ്. സോ ഇവിടെ ഇപ്പോൾ ഇവരുടെ മേൽ പ്രശ്നം അല്ലെങ്കിൽ പ്രഷർ ചെലുത്തുന്ന എൻറ്റിറ്റി ആരാണ്? ഇന്ത്യൻ സ്റ്റേറ്റ് തന്നെയാണ്, കൊളോണിയൽ എലമെൻറ്റ്സ് അല്ല. സോ ഇവിടെ ഈ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഫാമേഴ്സ് മൊബിലൈസേഷൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബേസിക് ആയിട്ടുള്ള ലാൻഡ് റൈറ്റ്സ് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. കൂടാതെ ഈ ഫ്ലക്ച്വേഷൻ, പലപ്പോഴും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, അതിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കണമെന്നും ടെക്നോളജി ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളും സ്റ്റേറ്റ് ഇവർക്ക് യോജിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. സോ ഗ്രീൻ റെവല്യൂഷൻ ആണ് ഈ കാലഘട്ടത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്. അതായത് 1960-70s ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ കാലയളവായിട്ട് പറയുന്നത്. ആൻഡ് ഫണ്ടമെൻ്റലി ഇത് എന്ത് ചെയ്തു? റൂറൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. സോ ഇത് രണ്ട് കാര്യങ്ങൾക്കും വഴിയൊരുക്കി. അതായത് പ്രോഗ്രസ്സിനും വഴിയൊരുക്കി, അതേസമയം തന്നെ പുതിയ പ്രശ്നങ്ങൾക്കും വഴി ഉണ്ടാക്കി. സോ സക്സസ്ഫുൾ അല്ലെങ്കിൽ പ്രോഗ്രസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഫുഡ് പ്രൊഡക്ടിവിറ്റി കൂട്ടി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റാനായിട്ട് സഹായിച്ചു. മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്നിക്വാളിറ്റി കാണാം. അതായത് ഇത് നിന്ന് ബെനിഫിറ്റ് ചെയ്തത് അതേസമയം ആരായിരുന്നു? ഓൾറെഡി വെൽത്തി ആയിട്ടുള്ള ഫാമേഴ്സാണ് വീണ്ടും ഇതിൽ നിന്ന് ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. സോ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ് ആയിട്ടുള്ള പഞ്ചാബും ഹരിയാനയിലും ആയിരുന്നു ഇതിൻ്റെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത്. And farmers became tied to expensive chemical inputs such as fertilizers and pesticides and volatile market cycles. So എന്ത് സംഭവിക്കുകയാണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹാർവെസ്റ്റ്, വെരി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാർവെസ്റ്റ് നമ്മൾക്ക് ലഭിച്ചത്. സോ അത് എന്തിലും കൂടെ ആയിരുന്നു? നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗവും ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. സോ അൾട്ടിമേറ്റ്ലി എന്തും കൂടെ സംഭവിച്ചു? ഇക്കോളജിക്കൽ ഡെപ്ത് ഉണ്ടാകുകയാണ്. അതായത് മോണോകൾച്ചറും ഡിപ്ലീഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ഈ പറയുന്ന ഔട്ട്സൈഡ് എലമെൻസിൽ നിന്ന് ആണ് നമ്മൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് അഗ്രികൾച്ചറിങ്ങിലേക്ക് പോയപ്പോഴത്തേക്ക് എന്താണ് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മളുടെ നാച്ചുറലായിട്ടുള്ള തനതായിട്ടുള്ള ഇക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്തത്. സോ അതിൻ്റെ ഫലമായിട്ട് ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി. ആൻഡ് ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? ലെഫ്റ്റിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള റാഡിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. സോ കമ്മ്യൂണിസ്റ്റിൻ്റെ ഫോക്കസ് എവിടെയായിരുന്നു? ക്ലാസ് സ്ട്രഗിളിലായിരുന്നു. സോ ക്ലാസ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് ഭൂമി ഇല്ലാത്ത ലേബറേഴ്സിനെയും സ്മോൾ ടെനൻസിനെയുമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഏർലി മിലിറ്റൻസി, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തെലങ്കാനയും തെബങ്കയിലും ഉണ്ടായ റൈറ്റ്സും മൂവ്മെൻറ്റ്സും ഈ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. സോ ദിസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലാൻഡ് റിഫോം ലോസ്. സോ ഈ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്തു? കൊളോണിയൽ എലമെൻസിൻ്റെ ഇവിടെ നിന്ന് പിൻവലിയുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്ന ലാൻഡ് റിഫോം നിയമങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടായി. ആൻഡ് നക്സൽബാരി മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണ് 1967. അതിൻ്റെ ഭാഗമായിട്ട്
A radical uprising in West Bengal demanded revolutionary land redistribution. So ഈ പഴയ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഉള്ളവരുടെ കയ്യിൽ ഒത്തിരി ഭൂമി കാണും, അതേസമയം ഇല്ലാത്തവരുടെ കയ്യിൽ ഒരു ഇഞ്ച് ഭൂമി പോലും കാണത്തില്ല. സോ അവിടെ എന്താണ് ഒരു ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ ആണ് അവിടെ ഉള്ളത്. സോ എന്ത് ചെയ്തു, നക്സൽബാരി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു റാഡിക്കൽ അപ്രൈസിങ് നടക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ. അതിന്റെ ഭാഗമായിട്ട് ഇവർ ആവശ്യപ്പെടുകയാണ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ നടക്കണമെന്നുള്ളത്. സോ മാവോയിസ്റ്റ് ഇൻസർജൻസി ഉണ്ടാവുകയാണ്. അതായത് റാഡിക്കൽ ലെഫ്റ്റ് ഐഡിയോളജീസിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടാണ് മാവോയിസ്റ്റ് ഇൻസർജൻസി ഉണ്ടായത്. സോ ഇവിടുത്തെ പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ പ്രൈമറി ഫോക്കസ് എവിടെയായിരുന്നു? ആദിവാസി റൈറ്റ്സിലായിരുന്നു, അല്ലെങ്കിൽ ആദിവാസികളുടെ ആവശ്യവും അവകാശങ്ങളും മുൻനിർത്തിക്കൊണ്ടായിരുന്നു. സോ അവരെന്ത് ചെയ്തു? ദേ റെസിസ്റ്റഡ് ലാൻഡ് ഏലിയനേഷൻ ഡ്യൂ ടു മൈനിങ്, ഫോറസ്റ്റ് ഡിസ്പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഈ ഭൂമി കയ്യേറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ കയ്യേറുന്നത് വഴി ഉണ്ടാകുന്ന മറ്റ് മേഖലകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് മൈനിങ്ങും ഫോറസ്റ്റ് ഡിസ്പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും നടക്കുന്നതിനെതിരെയായിരുന്നു ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി ഉണ്ടായത്. സോ അറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂ ഫാമേഴ്സ് മൂവ്മെൻറ്റ്സ് എന്താണ്? റീജിയണൽ ഫാമേഴ്സ് മൂവ്മെൻറ്റ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 1980s പുതിയ ഓർഗനൈസേഷൻസ് വരികയാണ്. അതായത് ഫാമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പല പല ഓർഗനൈസേഷൻസ് രൂപം കൊള്ളുകയാണ്. സോ അവരുടെ ഫോക്കസ് എങ്ങോട്ട് മാറി? സ്റ്റേറ്റ് പോളിസീസിലേക്കും ഗ്ലോബൽ ട്രേഡ് പോളിസീസിലേക്കും മാറുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഓർഗനൈസേഷനാണ് BKU, അതായത് ഭാരതീയ കിസാൻ യൂണിയൻ. സോ ഈ BKUവിൻ്റെ ഉള്ളിൽ വരുന്ന റീജിയൻസ് എന്ന് പറഞ്ഞാൽ UP, പഞ്ചാബ്, ഹരിയാനയാണ്. ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും ഫാമേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. സോ ഇവരുടെ കീ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള ഷുഗർ കെയിൻ പ്രൈസസ് ഉണ്ടായിരിക്കണം എന്നുള്ളതും, ലോണുകൾ എഴുതി തള്ളണമെന്നും ആൻഡ് ഇറിഗേഷൻ റൈറ്റ്സ് ലഭിക്കണമെന്നായിരുന്നു BKU ആവശ്യപ്പെട്ടിരുന്നത്. മറ്റൊരു ഓർഗനൈസേഷനാണ് കർണാടക രാജ്യ റൈത്ത സംഘ, KRRS എന്ന് പറയും. ഇവരുടെ ഫോക്കസ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, കർണാടകയായിരുന്നു. സോ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് GM ക്രോപ്സിനെതിരെയും ആൻഡ് സീഡ് മൊണോപ്പൊളീസ് ആൻഡ് ട്രേഡ് ലിബറലൈസേഷൻ. സോ ആ ഒരു ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ട്രേഡ് ലിബറലൈസ് ചെയ്യുന്നത് വഴി മറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ എൻട്രി വരികയാണ്. സോ അതുവഴി GM ക്രോപ്സ് പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ സീഡ് മൊണോപ്പൊളീസ്, അതായത് ഒരു പെർട്ടിക്കുലർ ശാഖ അല്ലെങ്കിൽ മേഖലയിൽ നിന്ന് മാത്രം ഈ സീഡ്സ് വരുന്ന ആ ഒരു ഇതിനെതിരെയായിരുന്നു പോരാടിയത്. മറ്റൊരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷേത്കാരി സംഘടന. സോ ഇത് മഹാരാഷ്ട്രയിലായിരുന്നു ഇതിൻ്റെ ഫോക്കസ്. ആൻഡ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്സസ് ഉണ്ടാകണമെന്നും റെമ്യൂണറേറ്റീവ് പ്രൈസസ് ഉണ്ടാകണം. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കൾക്ക് റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള പ്രൈസസ് ഉറപ്പിക്കണമെന്നായിരുന്നു. മറ്റൊരു ഓർഗനൈസേഷൻ ഇസ് BKU. ഈ BKU പഞ്ചാബിൽ മാത്രമായിട്ടുണ്ടായിരുന്ന BKU. ആദ്യം നമ്മൾ പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയനായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ഇവിടുത്തെ ഫോക്കസ് പഞ്ചാബ് മാത്രമായിരുന്നു. സോ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ MSP ഉണ്ടായിരിക്കണം, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില പോലത്തെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടായിരിക്കണം. ഡെറ്റ് റിലീഫ്, ഇവരെ കടക്കണിയിലായിരിക്കുന്നതിൽ നിന്ന് ഇവർക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള എഴുതിത്തള്ളുകയോ മറ്റ് നടപടികൾ ഉണ്ടാകണം. ആൻഡ് പ്രൊക്യൂർമെൻറ്റ് പോളിസീസ്, ലേലം പോലത്തെ നടപടികളിൽ നിന്ന് ഇവർക്ക് ഒരു മാർഗം ഉണ്ടാകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. സോ ഇപ്പോഴും നമ്മൾ കാണുന്ന കോൺടെമ്പററി സ്ട്രഗിൾസിലേക്ക് പോവുകയാണെങ്കിൽ 3 ഘട്ടങ്ങളിലാണ് ഇന്നത്തെ മോഡേൺ ഫാമേഴ്സ് ഇന്ത്യയിൽ മൊബിലൈസ് ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇസ് എക്കണോമിക് സെക്യൂരിറ്റി. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇസ് റെസിസ്റ്റൻസ് ടു ലിബറലൈസേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സോ എക്കണോമിക് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കണം എന്നും ഒരു ആവശ്യമാണ് എക്കോണമിക് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഗിവൻ പ്രൊട്ടക്ഷൻ ഫ്രം റൈസിങ് ഇൻപുട്ട് കോസ്റ്റ്, അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന വസ്തുക്കളിൽ ഉണ്ടാകുന്ന വില വർധന, അതിപ്പോൾ സീഡ്സ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഫ്യൂവൽ ആയാലും ഇതിലെല്ലാം ഉണ്ടാകുന്ന ചെലവ്
അല്ലെങ്കിൽ വർധനമായിട്ടുള്ള കോസ്റ്റ് എന്ത് ചെയ്യണം, അതിന് ഒരു സീലിംഗ് വെക്കണം എന്നായിരുന്നു ഒരാവശ്യം. എക്കണോമിക് തലങ്ങളിലുള്ള ആവശ്യങ്ങളാണ് ഈ പറഞ്ഞത്. മറ്റൊരു തലം നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലിബറലൈസേഷൻ, അതായത് ഗ്ലോബൽ തലങ്ങളിൽ ഉണ്ടാകുന്ന ട്രേഡ് എഗ്രിമെൻറ്റ്സിന് എതിരെ ഉള്ള ഒരു ഒപ്പോസിഷനാണ് ഒരു ഭാഗത്ത്. ആൻഡ് കോർപ്പറേറ്റുകൾ എങ്ങനെ അഗ്രികൾച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. സോ അവിടെ എന്താണ്, പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് സീഡ് പേറ്റൻസ്, അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ കമ്പനീസ് നിശ്ചയിക്കുന്ന തരത്തിൽ മാറുന്നതിന് എതിരെ ഉള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. സോ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രഗിൾസ് ബൈ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എഗൻസ്റ്റ് ലാൻഡ് ഏലിയനേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ബൈ ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് ഓ മൈനിങ് പ്രോജക്ട്സ്. സോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഇവർ ഒബ്വിയസ്ലി ആരാണ്, അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ലേബറേഴ്സാണ് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ്. സോ അവരുടെ ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ തന്നെ ഭാഗമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ഈ അഗ്രികൾച്ചറൽ ടാസ്ക്. സോ അവരിങ്ങനെ മാറ്റി പാർപ്പിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം, ഒരു ലാൻഡ് ഏലിയനേഷൻ ഉണ്ടാകുകയാണ്. അവർക്ക് അവരുടെ തനതായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് അവിടെ നശിച്ചു പോകുന്നത്. സോ അതിനെതിരെയുമായിരുന്നു ഇന്ന് കാണുന്ന കോണ്ടംപററി സ്ട്രഗിൾസ് ഉണ്ടാകുന്നത്. സോ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1990s കാലയളവിന് ശേഷമുള്ളതാണ് നമ്മൾ ഈ കോണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്ന ഫാമേഴ്സ് മൊബിലൈസേഷൻ മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ നോക്കുന്നത്. സോ ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്, അതായത് ലാൻഡ് ടു ദി ടില്ലർ എന്നുള്ള ആ ഒരു ഫോക്കസിൽ നിന്ന് മാറിക്കൊണ്ട് ഏത് തലത്തിലേക്ക് പോവുകയാണ്, ഒരു ലാർജർ സ്കെയിൽ, ഒരു ഗ്ലോബലൈസേഷനെതിരെയും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ് മൊണോപ്പൊളീസിനെതിരെ മാറുകയാണ് ഇവിടുത്തെ ഫാമർ മൊബിലൈസേഷൻ. സോ അവരുടെ പോരാട്ടം ഇപ്പം ഈ തലങ്ങളിലേക്കും ഇവർക്കെതിരെയുമായിട്ട് മാറുകയാണ്. സോ എക്കണോമിക് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, എക്കണോമിക് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് 1990s കാലയളവിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. അതായത് നിയോ ലിബറൽ എക്കോണമി ഫണ്ടമെൻ്റലി എന്ത് ചെയ്തു, ഇറ്റ് ചേഞ്ച് ദ റൂൾസ് ഓഫ് ഇന്ത്യൻ ഫാമിംഗ്. ട്രഡീഷണലി ഇന്ത്യൻ ഫാമിംഗ് എങ്ങനെയാണോ നയിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത്, ലിബറലൈസേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. സോ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നൽകുന്ന സംരക്ഷണം കുറയുകയാണ്. സോ ഒരു റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് സപ്പോർട്ട് ഉണ്ടാകുകയാണ്. അതായത് ഇവർക്ക് നൽകുന്ന സബ്സിഡീസ് കുറയ്ക്കുന്നു, ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയും ഒക്കെ നൽകുന്ന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നു. കൂടാതെ ഒരു വിത്ഡ്രോവൽ വരികയാണ്, അതായത് ഇവർക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ കഴിയുന്ന ബാങ്ക് ക്രെഡിറ്റ് ഇവർക്ക് നൽകുന്ന വിഡ്രോ ചെയ്യപ്പെടുന്നു. സോ ഇത് രണ്ടും എന്താണ്, സ്റ്റേറ്റ് നൽകുന്ന സംരക്ഷണം അവിടെ പിൻവലിയുകയാണ് അല്ലെങ്കിൽ കുറയുകയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്സ്പോഷർ തലത്തിൽ നോക്കിയാൽ ഫാമേഴ്സ് വർ forced to compete with volatile global market prices due to the WTO and GATT agreements. സോ ഒരു ഗ്ലോബൽ തലത്തിൽ WTOയ്ക്കുള്ള എഗ്രിമെൻസും GATTനുള്ള എഗ്രിമെൻസിൻ്റെയും ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഫാമേഴ്സ് ഗ്ലോബൽ എലമെൻസുമായിട്ട് മത്സരിക്കേണ്ടി വരികയാണ്. സോ ഗ്ലോബൽ എലമെൻസ് ആയിട്ട് മത്സരിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഗ്ലോബൽ എപ്പോഴും ഈ മാർക്കറ്റ് പ്രൈസസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ റൈസിങ് കോസ്റ്റ്, അതായത് കോർപ്പറേറ്റ് അഗ്രി ബിസിനസ് ആൻഡ് സീഡ് മൊണോപ്പൊളീസ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. സോ ഇതേപോലെ കോർപ്പറേറ്റ് വൽക്കരണം നടന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ്സിൻ്റെ എൻട്രി വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഇവരുടെ ഒരു മൊണോപ്പൊളി വരികയാണ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നിശ്ചയിക്കുകയാണ് ഇവരുടെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്തായിരിക്കണമെന്നുള്ളത്. സോ ആ ഒരു മൊണോപ്പൊളൈസേഷനെതിരെയും ആയിരുന്നു എക്കണോമിക് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫാമേഴ്സ് സംഘടിച്ചുകൊണ്ടിരുന്നത്. സോ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ഉണ്ടായി, അതായത് ഇതൊരു ക്ലാസ് സ്ട്രഗിളിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മോറൽ സ്ട്രഗിളായിട്ട് മാറുകയാണ്. അതായത് ദ ഫാമർ ഇസ് സീൻ ആസ് ദി പ്രൊട്ടക്ടർ ഓഫ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി. സോ ഇന്ത്യൻ എക്കോണമീനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അഗ്രികൾച്ചർ ഇസ് ദി ബാക്ക് ബോൺ ഓഫ് ദി ഇന്ത്യൻ എക്കോണമി എന്നുള്ളതാണ്. സോ അതേ അഗ്രികൾച്ചറിൽ ഏർപ്പെടുന്ന ആളുകളെ നമ്മൾ അവരുടെ ലൈവ്ലിഹുഡിനെ ത്രെട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അത് നമ്മളുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റീനെ തന്നെയാണ് നമ്മൾ
ത്രെട്ടൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ബോധ്യത്തിൽ നിന്ന് എന്ത് സംഭവിച്ചു, ഇതൊരു ക്ലാസ് സ്ട്രഗിൾ ആകുന്നതിന് പകരം അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മോറൽ സ്ട്രഗിളായിട്ട് മാറുകയാണ്. സോ ഒരു ഗ്ലോബലൈസേഷനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ്സിൻ്റെ മൊണോപ്പൊളൈസേഷനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുകയാണ്. സോ ഫാമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഗ്ലോബലൈസേഷനെതിരെ പോരാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേ സ്റ്റാർട്ടഡ് ടു ഓർഗനൈസ് അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ ബോഡീസ് ആൻഡ് മൾട്ടി നാഷണൽ കോർപ്പറേഷൻ. സോ അവർ ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ടാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ആരുമായിട്ടായിരുന്നു, കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടായിരുന്നു അവരുടെ പോരാട്ടം. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, അവർ ഇന്റർനാഷണൽ ബോഡീസായിട്ടും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആയിട്ടുമായി അവരുടെ ഏറ്റുമുട്ടൽ. സോ അവിടെ ആദ്യം തന്നെ ട്രേഡ് പാക്ട് നോക്കുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് ആർക്കെതിരെയായി, WTOയും ആസിയാൻ പാക്റ്റുകളുടെയും എതിരെയായി. അതായത് ഈ ട്രേഡ് പാക്ട്സ് വഴി എന്ത് സംഭവിക്കുകയാണ്, മറ്റിടങ്ങളിൽ നിന്ന് നമ്മൾ ചീപ്പായിട്ട് ഉള്ള പ്രോഡക്ട്സ് ഇങ്ങോട്ട് കയറ്റി ഇറക്കുകയാണ്, ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി എന്ത് സംഭവിച്ചു, ലോക്കലി ഉള്ള വസ്തുക്കളുടെ പ്രൈസസ് അവിടെ ഇടിയുകയാണ് വീണ്ടും. മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ സീഡ് സോവറിനിറ്റി. അതായത് മൂവ്മെന്റ്സ് ലൈക്ക് കർണാടക രാജ്യ രൈത സംഘ ഫോട്ട് അഗേൻസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് ആൻഡ് പേറ്റന്റ് റെജീംസ് ടു പ്രൊട്ടക്ട് ട്രഡീഷണൽ ഫാമിംഗ്. സോ ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്, GMO പോലത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ GMOയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹാർവെസ്റ്റ് ഉറപ്പാക്കാൻ കഴിയും, പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ ഇക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്. കൂടാതെ ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും എല്ലാ തനതായിട്ടുള്ള കൃഷിക്കാരെന്താണ് ചെയ്യുന്നത്, ഓരോ സൈക്കിളിൽ നിന്ന് അവർക്ക് അടുത്ത വിളവിനുള്ള സീഡ്സും കൂടെ അവരുടെ ആ സൈക്കിളിൽ നിന്ന് എടുക്കും. പക്ഷേ GMO പോലത്തെ സീഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സീഡ് സോവറിനിറ്റി ഉണ്ടാകില്ല. സോ ഇതിനെതിരെയും ഫാമേഴ്സ് എന്ത് ചെയ്യണം, സംഘടിച്ച് പ്രവർത്തിക്കുകയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് ഫോർ മിനിമം സപ്പോർട്ട് പ്രൈസ് അവർ കുറച്ചും കൂടെ ദൃഢമാക്കുകയാണ്. അതായത് MSP എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സെൻട്രൽ പില്ലർ ഫോർ ദീസ് അഗ്രികൾച്ചറിസ്റ്റുകൾക്ക്. സോ ഈ പറയുന്ന പോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഫാമേഴ്സിന് ഫെയർ ആയിട്ട് മാർക്കറ്റിൽ ഒരു എൻട്രി ലഭിക്കും. സോ അവിടെ ഒരു മാർക്കറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. സോ ഗ്ലോബലൈസേഷനെതിരെയും മൊണോപ്പൊളിക്കെതിരെയും ഇവരുടെ പോരാട്ടങ്ങൾ ഈ തലത്തിലായിരുന്നു. മറ്റു നോക്കിക്കഴിഞ്ഞാൽ അഗ്രേറിയൻ ഡിസ്ട്രെസ് അല്ലെങ്കിൽ ഇറ്റ്സ് കോൺസിക്വൻസസ് ആണ്. സോ ദി ഫിനാൻഷ്യൽ പ്രഷർ ബോത്ത് പോസ്റ്റ് ലിബറലൈസേഷൻ എറ ലെഡ് ടു സെവറൽ സോഷ്യൽ ക്രൈസിസ്. സോ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അറ്റ് ലാർജ് സൊസൈറ്റി എന്ത് ചെയ്തു, ഒരു ഗ്ലോബൽ മാർക്കറ്റായിട്ട് മാറിയപ്പോഴത്തേക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഒറ്റയടിക്ക് വരികയാണ് ചെയ്തത് അല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ സോഷ്യൽ ക്രൈസിസ് സൊസൈറ്റിയിലുണ്ടായി. സോ അഗ്രികൾച്ചറലി പറയുകയാണെങ്കിൽ ഫാമേഴ്സ് സൂയിസൈഡ് ഒരു പ്രധാനപ്പെട്ട ക്രൈസിസ് ആയിരുന്നു. അതായത് particularly in regions like Vidarbha, Maharashtra and Kerala, indebtedness and crop failure turned personal tragedies into national political issues. സോ ഓരോ കൃഷിക്കാരൻ്റെയും ഭൂമിയിൽ വിളവെടുപ്പ് എന്താണ് നശിക്കപ്പെട്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ ഹാർവെസ്റ്റ് അവർ പ്രതീക്ഷിച്ച അത്ര ആകാതെ ഇരുന്നപ്പോഴത്തേക്ക് അവർ കടക്കണിയിലായപ്പോഴത്തേക്ക് ആളുകൾ എന്ത് ചെയ്തു, കൃഷിക്കാർ ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആത്മഹത്യകൾ എന്ത് സംഭവിച്ചു, അത് ഒറ്റപ്പെട്ട ഓരോ വിഷയങ്ങളായിട്ട് മാറുന്നതിന് പകരം അതിനെ എന്തായിട്ട് മാറ്റി, അല്ലെങ്കിൽ എന്തായിട്ട് കാണാൻ തുടങ്ങി, നാഷണൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങുകയാണ്. സോ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു, ദീസ് ക്രൈസിസ് ഫോഴ്സ് ദി ഗവൺമെൻറ് ടു ഇൻട്രൊഡ്യൂസ് ഡെറ്റ് റിലീഫ് പാക്കേജസ്, കോമ്പൻസേഷൻ സ്കീംസ് ആൻഡ് ഫോക്കസ് ഓൺ റൂറൽ മെൻ്റൽ ഹെൽത്ത്. സോ ഈ ഫാമ ആത്മഹത്യകൾ കൂടിയപ്പോഴത്തേക്ക് സ്റ്റേറ്റ് ഇതിലേക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, സ്റ്റേറ്റ് അൾട്ടിമേറ്റ്ലി ദേ വർ ഫോഴ്സ് ടു ആക്ട്. അവർ ചെയ്യേണ്ടി വന്നു. അവർ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവർ ഇവരുടെ കടങ്ങൾ എഴുതി തള്ളാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഇവർക്ക് ഈ കടം ഏറ്റെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ കടത്തിനെ മറികടക്കാനായിട്ടുള്ള റിലീഫ് പാക്കേജുകൾ നൽകി, കോമ്പൻസേഷൻ സ്കീംസ് കൊണ്ടുവന്നു. കൂടാതെ ഇവർ ഈ പറയുന്ന പോലെ ഒരു കടക്കണിയിലായി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇവർ സൂയിസൈഡിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, അതും റൂറൽ ഹെൽത്ത്
മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ബോധപൂർവമുള്ള ഇടപെടലുകൾ കൊണ്ടുവരികയാണ്. സോ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റീജിയണൽ മൂവ്മെൻറ്റ്സ് ഹാവ് ഹൈലൈറ്റഡ് യുണീക്ക് മോഡേൺ ചാലഞ്ചസ്. സോ കേരളത്തിലും ഇതിൻ്റെ ഒരു തലം നമുക്ക് കാണാമായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫാം അല്ലെങ്കിൽ കിഫ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തു? ദേ മൊബിലൈസ്ഡ് അഗെയിൻസ്റ്റ് ഫാളിംഗ് പ്രൈസസ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് ഇമ്പോർട്ട് പോളിസീസ്. സോ കേരളത്തിൽ കണ്ട മൂവ്മെൻറ്റ്സ് എന്തിനെതിരെയായിരുന്നു? അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് സംഘടിച്ചത് പലപ്പോഴും പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ വില ഇടിയുന്നതിലും ഇമ്പോർട്ട് പോളിസീസിനും എതിരെയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രഗിൾ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ആൻഡ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഫാമേഴ്സിൻ്റെ കൃഷി മേഖലകളിൽ അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന മേഖലകളിൽ എന്താണ് വന്യമൃഗങ്ങളായിട്ടുള്ള ആനയായാലും ബോറുകളായാലും എന്താണ് അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതിനായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിക്കാർ സ്റ്റേറ്റിൽ നിന്ന് സംരക്ഷണം അല്ലെങ്കിൽ സ്റ്റേറ്റ് കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് ആവശ്യമാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ക്ലൈമറ്റ് ചേഞ്ചും ഈ ഫാമേഴ്സിനുണ്ടായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടായ മാറ്റങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ചും കൂടെ ഒരു ആഡിങ് കോൺട്രിബ്യൂട്ടർ ആവുകയാണ്. സോ എക്കോളജിക്കൽ റിസ്ക്, അതായത് കാലം തെറ്റിയിട്ടുള്ള മഴ, മൺസൂൺസ് അല്ലെങ്കിൽ സോയിൽ ഡീഗ്രഡേഷൻ, സോയിൽ ക്വാളിറ്റി നശിക്കുക, ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ ഡിക്ലൈൻ, ഇതെല്ലാം എന്തായി? ക്ലൈമറ്റിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് കൃഷിനെ ബാധിക്കുന്ന ഇക്കോളജിക്കൽ റിസ്കുകളാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഫാമേഴ്സ് എന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ടു ഫൈറ്റ് ഫോർ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഫാമിംഗ്. സോ ക്ലൈമറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ഫാമിംഗ് മെക്കാനിസംസ് ഉണ്ടാകണമെന്ന് ഫാമേഴ്സ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. സ്റ്റേറ്റിൽ നിന്ന് ലഭിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. സോ അതിൻ്റെ ഭാഗമായിട്ട് ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ടാകണമെന്നും സ്റ്റേറ്റ് ഏറ്റെടുക്കണം. അതായത് ഒരു എൻവയറമെൻ്റൽ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കണം? സ്റ്റേറ്റിനായിരിക്കണം എന്നുള്ളതായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇക്കോളജിക്കൽ റിസ്കിൻ്റെ ഫലമായിട്ട് ഫാമേഴ്സ് ആവശ്യം ചെയ്യാൻ തുടങ്ങിയത്. സോ കോൺടെമ്പററി ഫാമേഴ്സ് ഡിമാൻഡ്സ് ഇൻ ഇന്ത്യ എന്താണെന്നുള്ളതാണ്. സോ ഇന്നത്തെ കാലത്ത് ഫാമേഴ്സ് കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ MSP ഡിബേറ്റ് ഇപ്പോഴും പ്രോമിനൻ്റ് ആണ്. അതായത് MSP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ഇവോൾവ് ഫ്രം എ സേഫ്റ്റി നെറ്റ് ഇൻ ടു എ കോൺസ്റ്റിറ്റ്യൂഷണൽ എൻടൈറ്റിൽമെൻറ്റ്. സോ ഇതെന്താണ്? ഫാമേഴ്സിന് ലഭിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റിന് അതീതമായിട്ട് എന്തായിട്ട് മാറി? ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എൻടൈറ്റിൽമെൻ്റ് ആയിട്ട് മാറി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണലി ഇവർക്ക് ലഭിക്കേണ്ട ഒരു ആവശ്യമാണ്, റൈറ്റ് ആണെന്നുള്ളത് ആയിട്ടാണ് കാണുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആൻഡ് ദി ഡെറ്റ് ട്രാപ്പ്. അതായത് കൃഷിക്കാർ എടുക്കുന്ന ഈ കടം, അതിനെ ബന്ധപ്പെട്ടിട്ടാണ്. സോ ഈ ഫോർമൽ ക്രെഡിറ്റ് സിസ്റ്റം ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു, അതിൽ കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും എന്ത് സംഭവിക്കുകയാണ്? സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റി ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുകയാണ്. സോ കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ KCC എന്ന് പറയുന്ന ഈ കിസാൻ ക്രെഡിറ്റ് കാർഡും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ത് ചെയ്യുകയാണ്? സബ്സിഡൈസ്ഡ് റേറ്റ്സിൽ ഇവർക്ക് ലോൺ നൽകുകയാണ്. എന്തിനായിട്ടാണ്? ഇവർ മണി ലെൻഡേഴ്സിൽ നിന്ന് കടമെടുക്കാതിരിക്കാനായിട്ട്. സോ ഒരു ഇൻഇക്വാളിറ്റി ഗ്യാപ്പ് നമുക്ക് കാണാം. അതായത് ചെറുകിട ഫാർമേഴ്സ് 86% ആണ് ചെറുകിട ഫാമേഴ്സായിട്ട് പറയുന്നത്. സോ ഇവർക്ക് എന്ത് സംഭവിക്കുകയാണ്? ദേ ഓൺലി റിസീവ് എ ടൈനി ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ക്രെഡിറ്റ്. സോ ഈ ഒരു 86% അവരുണ്ടെങ്കിലും അവർക്ക് എന്ത് മാത്രമേ ലഭിക്കുന്നുള്ളൂ? ഒരു ചെറിയ ശതമാനം മാത്രമേ ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അവർ സ്മോൾ അല്ലെങ്കിൽ മാർജിനൽ ആയിട്ടുള്ള ഫാമേഴ്സായിട്ട് കാണുകയാണ്. അതേസമയം ലാർജ് ഫാമേഴ്സായിട്ട് കാണപ്പെടുന്ന 14% ഓഫ് ദ പോപ്പുലേഷൻ എന്ത് സംഭവിക്കുകയാണ്? അവർക്കാണ് ഈ പറയുന്ന 55 to 60% ഓഫ് ദിസ് ക്രെഡിറ്റ് ലോൺ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ലോൺ ബെനിഫിറ്റ്സ് കൂടുതലും ആർക്കാണ് അപ്പോൾ കിട്ടുന്നത്? ലാർജ് ഫാമേഴ്സിനാണ്. സോ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? സോ സ്മോൾ ഫാമേഴ്സ് റിമെയിൻ ടൈഡ് ടു ദി ഇൻഫോർമൽ മണി ലെൻഡേഴ്സ് വിത്ത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ലീഡിങ് ടു ക്രോണിക് ഇൻഡെറ്റ്നെസ് ആൻഡ് ഇൻ എക്സ്ട്രീം കേസസ് സൂയിസൈഡ്. സോ ഈ പുതിയ ക്രെഡിറ്റ് സിസ്റ്റംസ് കൊണ്ടുവന്നെങ്കിലും എന്ത് ചെയ്യണം? സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റിയുടെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? ചെറുകിട കൃഷിക്കാർക്ക് ഒരു തുച്ഛമായിട്ടുള്ള ക്രെഡിറ്റ് മാത്രമേ
ഈ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അപ്പോഴും ഇതിൻ്റെ ഫലം കൂടുതൽ അനുഭവിക്കുന്ന ആരാണ്? ലാർജ് ഫാമേഴ്സിനാണ് ഇവിടെ പോസിറ്റീവ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് സ്മോൾ ഫാമേഴ്സ് വീണ്ടും എന്ത് ചെയ്യാണ്? അവർ വീണ്ടും മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് തന്നെ പോവുകയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കടമെടുക്കാനായിട്ട്. സോ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്? അവിടെ സിസ്റ്റം മാറാത്തത് കൊണ്ട് വീണ്ടും ഇവർ ഈ കടക്കണിയുടെ ഉള്ളിൽ തന്നെ കുടുങ്ങുകയും എക്സ്ട്രീം കേസസിൽ എന്ത് സംഭവിക്കുന്നു? സൂയിസൈഡ് വരെ വീണ്ടും ചെന്നെത്തുകയാണ്. സോ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ചെലവ് വരുന്ന രീതിയിലുള്ള അഗ്രികൾച്ചറൽ മെക്കാനിസത്തിനെതിരെ ഫാമേഴ്സ് പ്രതിഷേധിക്കുകയാണ്. സോ ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ എന്നുള്ള ഡിബേറ്റ് ആണ് അവിടെ വരുന്നത്. അതായത് ട്രഡീഷണലി എന്താണ്? നമ്മുടെ തനതായിട്ടുള്ള ഇൻഡിജീനിയസ് സീഡ്സും ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, അതായത് ചാണകവും കോമ്പോസ്റ്റ് പോലത്തെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഫെർട്ടിലൈസ് ചെയ്യുകയും കമ്മ്യൂണിറ്റി ലാൻഡ് യൂസുമാണ് ട്രഡീഷണലി അഗ്രികൾച്ചർ മേഖലയിൽ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് മോഡേൺ തലത്തിലേക്ക് മാറിയപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? GM സീഡ്സിൻ്റെ ഉപയോഗവും ആ GM സീഡ്സിന് കൂടുതൽ പുഷ്ടിയുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽ ഇൻപുട്സിൻ്റെയും പ്രയോഗമാണ് വേണ്ടി വരുന്നത്. സോ അവിടെ ഒരു ട്രാപ്പാണുള്ളത്. അതായത് GM സീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ആൻഡ് മസ്റ്റ് ബി ബോട്ട് എവറി ഇയർ ഫ്രം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. സോ ദിസ് ക്രിയേറ്റ്സ് ഇൻപുട്ട് ഡിപ്പെൻഡൻസി ആൻഡ് എൻവയറമെൻറ്റൽ സ്ട്രെസ്. സോ ഈ GM സീഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, GM സീഡ്സിൽ നിന്ന് നമുക്ക് വീണ്ടും അടുത്ത സൈക്കിളിൽ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിത്തുകൾ അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. പകരം എന്താണ്? ഈ സ്പെസിഫിക് ആയിട്ടുള്ള GM സീഡ്സ് വീണ്ടും ഇത് വിൽക്കുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെ നിന്ന് മേടിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി പ്രോസസ്സ് ഉണ്ടാക്കുന്നത് വഴി എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു ഇൻപുട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുകയും കൂടാതെ GM സീഡ്സ് ആകുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിപാലനം ആണ് നൽകേണ്ടത്. സോ അതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. സോ വീണ്ടും എന്ത് ചെയ്യാണ്? ഈ സാധനങ്ങളെല്ലാം ശേഖരിക്കുകയും വേണം. ഇതിൻ്റെ ഉപയോഗം വഴി നമ്മൾ എന്ത് ചെയ്യാണ്? എൻവയറമെൻറ്റൽ സ്ട്രെസ്സും ഉണ്ടാക്കുകയാണ്. സോ ഇതിനെതിരെ മൂവ്മെൻറ്റ്സ് ലൈക്ക് KRS ആൻഡ് BKU ഫോട്ട്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് സംഘടനകളും, കർണാടകയിലുള്ള സംഘടനയും മറ്റ് പഞ്ചാബും ഹരിയാനയും UP-യിലും നിൽക്കുന്ന BKU എന്ത് ചെയ്തു? സീഡ് സോവറിനിറ്റി, അതായത് കൃഷിക്കാർക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഉപയോഗിക്കാൻ കഴിയണമെന്നും തനതായിട്ടുള്ള സീഡ്സിൻ്റെ പ്രയോഗം വേണമെന്നുള്ള ആവശ്യമാണ് ഈ സീഡ് സോവറിനിറ്റി കൊണ്ട് വരുന്നത്. സോ എന്ത് ചെയ്തു? ദ റൈറ്റ് ഓഫ് ഫാമേഴ്സ് ടു ഓൺ ആൻഡ് എക്സ്ചേഞ്ച് ദ ഓൺ സീഡ്സ് വിത്തൗട്ട് കോർപ്പറേറ്റ് പേറ്റൻസ് എന്നുള്ള വാദം. അതായത് ഫാമേഴ്സിന് തമ്മിൽ ശേഖരിക്കാനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവകാശം വേണം. ആരുടെ ഇടപെടലില്ലാതെ? കോർപ്പറേറ്റ്സും കോർപ്പറേറ്റ് പേറ്റൻസിൻ്റെ ഇടപെടലില്ലാതെ സാധിക്കണമെന്നായിരുന്നു ഒരു വാദം. സോ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ന്യൂ റൂറൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് രൂപം കൊള്ളുകയാണ്. സോ ഈ ന്യൂ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 to 21, 24 to 25 ഉണ്ടായിട്ടുള്ള ഫാമർ പ്രൊട്ടസ്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോ 2020 തൊട്ട് 21 കണ്ട ഡൽഹി പ്രൊട്ടസ്റ്റ്, ഇതൊരു മേജറായിട്ടുള്ള ഒരു ഫാമർ മൂവ്മെൻ്റ് ആയിരുന്നു. സോ it transformed the agrarian crisis from a rural issue to a national political question. സോ പലപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു. ഒരു നാഷണൽ ഡിബേറ്റോ ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് പലപ്പോഴും മാറാറില്ല. പക്ഷേ ഈ 2020 to 21 ഡൽഹി പ്രൊട്ടസ്റ്റ് ഇതിൽ നിന്ന് വ്യത്യാസമായിരുന്നു. കാരണം എന്താണ്? ഒരു റൂറൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് റൂറൽ മേഖലയിൽ ഒതുങ്ങി നിന്നില്ല. പകരം എന്തായി? ഒരു നാഷണൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാറി. സോ ദേ യൂസ്ഡ് സിംബോളിക് പൊളിറ്റിക്സ്, അതായത് ലങ്കാസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിഖുകാരുടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള സിസ്റ്റമാണ്. സോ ലങ്കാർസും ലൈബ്രറീസും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദേ ടേൺഡ് പ്രൊട്ടസ്റ്റ് സൈറ്റ്സ് ഇൻ ടു ഓൾട്ടർനേറ്റീവ് പബ്ലിക് സ്ഫിയേഴ്സ്. സോ അവരുടെ സമരകേന്ദ്രങ്ങൾ എന്തായിട്ട് മാറ്റി? സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പബ്ലിക് സ്ഫിയർ ആയിട്ട് മാറ്റുകയാണ്. സോ ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാം. അതായത് ഫാമേഴ്സ് എന്ത് ചെയ്യാണ്? ദേ
saw themselves as rights bearing citizens, not just as welfare recipients. So സൊസൈറ്റിക്ക് മെയിൻ സ്ട്രീം സൊസൈറ്റിക്കുള്ളൊരു മെൻറ്റാലിറ്റി എന്താണ് ഫാമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കുറേ വെൽഫെയർ സ്കീംസ് നൽകുന്നു, അത് അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഒരു കൃഷി ചെയ്യുന്ന ഒരു മേഖലയായിട്ടാണ് പലപ്പോഴും ഇവരെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആ വെൽഫെയർ റെസിപ്പിയൻസിൽ നിന്ന് മാറിക്കൊണ്ട് ഫാമേഴ്സ് തന്നെ അവരെന്ത് ചെയ്യാണ്, അവരെ തന്നെ റൈറ്റ്സ് ബെയറിങ് സിറ്റിസൻസ് ആയിട്ട് കാഴ്ചവെക്കുകയാണ്. സോ ഇത് 2020-21 ഡൽഹി പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി 24-25 കാലയളവായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ദിസ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബെറ്റർ മൾട്ടി സ്റ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് കാലിബ്രേറ്റഡ് നെഗോഷിയേഷൻസ്. സോ എന്ത് ചെയ്യാണ്, ഇവരൊരു പല സ്റ്റേറ്റുകളെയും ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു മൾട്ടി സ്റ്റേറ്റ് കോർഡിനേഷൻ നടത്തുന്നു, കൂടാതെ കാലിബ്രേറ്റഡ് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്ന രീതിയിലുള്ള നെഗോഷിയേഷൻസ് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ്. സോ ഇപ്പോഴും ഇവരുടെ ഫോക്കസ് എന്തിലായിരുന്നു? മാൻഡേറ്ററി ആയിട്ട് ഒരു ലീഗൽ MSP ഉണ്ടാകണമെന്നും ക്രോപ്പ് ഇൻഷുറൻസ് റിഫോം ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ 2 ആവശ്യങ്ങൾ. സോ മഹാരാഷ്ട്ര കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ദ ലോങ് മാർച്ച് ഹൈലൈറ്റഡ് ദി സ്പെസിഫിക് സ്ട്രഗിൾസ് ഓഫ് ആദിവാസി ആൻഡ് ദളിത് ഫാമേഴ്സ് ഫേസിങ് ഡ്രൗട്ട് ആൻഡ് ക്ലൈമറ്റ് ഷോക്ക്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര കോണ്ടെക്സ്റ്റിൽ ആദിവാസികൾ അല്ലെങ്കിൽ ദളിത് ഫാമേഴ്സ് എന്ത് ചെയ്തു, അവർ കൃഷി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൃഷിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ്. സോ ഈ പറഞ്ഞതെല്ലാം എന്താണ്, ഒരു സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി കമ്മിങ് ടു കേരളത്തിലുണ്ടായിട്ടുള്ള ഫാമേഴ്സ് മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കേരളാസ് അഗ്രേറിയൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ഫ്യൂഡൽ ലാൻഡ് ബാറ്റിൽ നിന്ന് മാറിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ തുടങ്ങിയ ഫാമേഴ്സ് മൂവ്മെൻറ്റ് ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ്? ഇന്നത്തെ മോഡേൺ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോളജിക്കൽ ജസ്റ്റിസും ഈ പറയുന്ന മാർക്കറ്റ് സർവൈവലിനും വേണ്ടിയിട്ടാണ്. സോ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഭൂമിക്കുള്ള അവകാശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് കേരളാസ് ഹിസ്റ്ററി ഈസ് ഡിഫൈൻഡ് ബൈ ദി റാഡിക്കൽ ഷിഫ്റ്റ്സ് ഇൻ ലാൻഡ് ഓണർഷിപ്പ് മൂവിങ് ത്രൂ 2 ഡിസ്റ്റിങ്ക്ട് ഫേസസ്. അതായത് കേരളത്തിൻ്റെ ലാൻഡ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ മൂവ്മെൻറ്റും സ്ട്രഗിൾസും നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ഫേസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ആദ്യത്തെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂഡൽ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്സിനെതിരെ ആൻറ്റി ഫ്യൂഡൽ സ്ട്രഗിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്ന കാലത്തിന് മുമ്പ് പ്രീ ഇൻഡിപെൻഡൻസ് കാലയളവിലും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കാലയളവിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. സോ ഇവിടുത്തെ ലക്ഷ്യം എന്തായിരുന്നു? ടു അബോളിഷ് ടെനൻസി ആൻഡ് ലാൻഡ് ലോഡേഴ്സും. അതായത് ഭൂമി ഉടമകൾ ഉണ്ടായിരിക്കുകയും ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഭൂമി മറ്റുള്ളവർക്ക് ലാൻഡ് ഇല്ലാത്തവരുടെ മേളിൽ അല്ലെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ വിളവിൽ നിന്ന് ഫലം അനുഭവിക്കുന്നത്, ആ ഒരു സിസ്റ്റം അബോളിഷ് ചെയ്യണം എന്നായിരുന്നു. സോ ഇതിന് നമ്മൾ കീ ഇവൻറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ട്രഗിൾസ് പറയുകയാണെങ്കിൽ കായൂർ ചിറകൽ സ്ട്രഗിളും പുന്നപ്പാറ വയലാർ അപ്രൈസിങ്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ലാൻഡ് സ്ട്രഗിൾസ്. ആൻഡ് ഇതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഒരു ഒരു ഇക്വാളിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിലുണ്ടായി. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് കേരള ബിക്കെയിം എ മോഡൽ ഫോർ സക്സസ്ഫുൾ ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. സോ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ സ്ട്രഗിൾസിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഒരു ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഒരു ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടും നടത്താനായിട്ട് സാധിച്ചു. സോ രണ്ടാം ഫേസ് അല്ലെങ്കിൽ ഫേസ് 2 എന്ന് പറയുന്നത് അവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ലിബറലൈസേഷൻ മൂവ്മെൻറ്റ്സ്. അതായത് മോഡേൺ കാലയളവിലേക്ക് നമ്മൾ വരികയാണ്. ഇത് ഒരു ഗ്ലോബലൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കാലയളവാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അതായത് എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എൻട്രിയും ഒരു അവസരവും ലഭിക്കണമെന്നുള്ളതായിരുന്നു മാർക്കറ്റ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ ആൻഡ് സർവൈവൽ അഗെയിൻസ്റ്റ് ഗ്ലോബൽ കോമ്പറ്റീഷൻ ആണ് ഇവരുടെ ലക്ഷ്യമായിട്ട് ഇവർ പറഞ്ഞത്. സോ ഇവിടെ ഷിഫ്റ്റ് എവിടെ നിന്ന് പറയുന്നത്? നേരത്തെ ഭൂമി ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ഓണർഷിപ്പ് ആയിരുന്നു ലാൻഡ് ഓണർഷിപ്പ് ആയിരുന്നു ഫോക്കസ്. ഇപ്പോൾ ആ ലാൻഡ് ഓണർഷിപ്പിൽ നിന്ന് മാറിക്കൊണ്ട് ആ ഉള്ള ഭൂമിയിൽ നിന്ന് ഒരു വരുമാനം അല്ലെങ്കിൽ മേക്ക് എ ലിവിങ് ഫ്രം ഇറ്റ് എന്ന് മാറുകയാണ്.
സോ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരള ഈസ് യുണീക്ക്. കാരണം എന്ന് വെച്ചാൽ കേരള മോഡൽ ഓഫ് അഗ്രികൾച്ചർ ഡിഫേഴ്സ് ഫ്രം ദി നോർത്ത് ഇന്ത്യ ഡ്യൂ ടു സ്മോൾ ഹോൾഡിങ്സ്, സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചർ. സോ കേരളത്തിൽ നമ്മൾ കാണുന്ന കേരള മോഡൽ ഓഫ് അഗ്രികൾച്ചർ ബാക്കിയിടങ്ങളിൽ സ്പെസിഫിക്കലി നോർത്ത് ഇന്ത്യയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ഫാമേഴ്സ് എന്ന് പറയുമ്പോഴത്തേ ഇതേ കണക്ക് ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരല്ല. പകരം എന്താണ്, സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് അല്ലെങ്കിൽ മാർജിനൽ ലെവൽ ഫാമേഴ്സാണ് കേരളത്തിലുള്ളത്. കൂടാതെ ഇവർക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട്. മറ്റിടങ്ങളിൽ കാണപ്പെടുന്ന ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ പ്യുവർലി വേറെ ഒരു മേഖലകളിലും പോകാതെ പ്യുവർലി ഫാമിങ്ങിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ്. സോ അവരുടെ ഇടയിൽ എന്താണ്, പലപ്പോഴും ലിറ്ററേറ്റ് പോലും ആയിരിക്കണമെന്നില്ല. പക്ഷേ കേരളം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ എന്താണ്, ദേ ഹൈലി ലിറ്ററേറ്റ് ആണ്. കൂടാതെ ഒരു കോപ്പറേറ്റീവ് നെറ്റ്വർക്ക് ഉണ്ട് ആൻഡ് റോബസ്റ്റ് ആയിട്ടുള്ള യൂണിയനൈസേഷനും നമുക്ക് കാണാം. സോ ഇതെന്ത് ചെയ്യുന്നു, സോഷ്യൽ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ലെഫ്റ്റിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവേണൻസ് സിസ്റ്റം, അതായത് പഞ്ചായത്തും കോർപ്പറേഷൻസും ഉള്ളതും കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് അലൗസ് ഫോർ ഈസിയർ ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ. സോ നമുക്ക് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും ഇടപെടാനായിട്ട് പൊളിറ്റിക്കലി സാധിക്കുന്നു. സോ കോണ്ടംപററി മൂവ്മെൻറ്റ്സും എന്താണ് ഏറ്റവും ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടുത്തെ ആവശ്യം ബേസിക്കലി സർവൈവൽ തന്നെയാണ്. അതായത് ഗ്ലോബൽ മാർക്കറ്റ് പ്ലെയേഴ്സ് വരികയും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്നുള്ള എലമെൻറ്റ്സ് ഇവിടെ പ്രവർത്തിക്കും, പുറത്തുനിന്നുള്ള എലമെൻറ്റ്സ് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഭാഗമാകുകയും ഇക്കോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ എലമെൻറ്റ്സ് അത്രത്തോളം ഫ്രാജൈലായിട്ട് മാറുന്നത് വഴി എന്താണ്, അൾട്ടിമേറ്റ്ലി എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ കാലങ്ങളിലും ആവശ്യപ്പെട്ടിരുന്നത് പോലെ തന്നെ സർവൈവലാണ് കോണ്ടംപററി മൂവ്മെൻറ്റ്സിൻ്റെയും ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നത്. ഇനി സ്ത്രീകളുടെ മൂവ്മെൻറ്റ് എന്താണ്, ഈ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഫാമേഴ്സ് മൂവ്മെൻറ്റും റൂറൽ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇനി വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ വിമൻസ് മൂവ്മെൻറ്റ് ഇൻ റൂറൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒബ്ജക്റ്റീവ് എന്താണ്, ഹിസ്റ്റോറിക്കലി വിമൻസ് മൂവ്മെൻറ്റ് ഹാവ് ഫോട്ട് ഫോർ ടു ഫാക്ടേഴ്സ്. അതായത് ഡിഗ്നിറ്റിക്ക് വേണ്ടിയും റെക്കഗ്നിഷന് വേണ്ടി. ഡിഗ്നിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകൾ എന്താണ് ഹാം ചെയ്യുന്ന രീതിയിലുള്ള കസ്റ്റംസും ലോസും അതിനെതിരെ, അതായത് ചൈൽഡ് മാരേജ്, പർദ്ദയുടെ ഉപയോഗം അല്ലെങ്കിൽ ലീഗൽ ഡിസബിലിറ്റീസ്, ഇതേപോലത്തെ സ്ത്രീകളുടെ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹനിക്കുന്നു എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾക്കെതിരെ ഉള്ളതായിരുന്നു ഒരു പോരാട്ടം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് റെക്കഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ദ യുണീക്ക് സോഷ്യൽ റോൾസ് ഓഫ് വിമൻ വിത്തിൻ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. സോ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അംഗീകാരം. ഇപ്പം നമ്മൾ ആദ്യം ഫാമേഴ്സ് മൂവ്മെൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സ്ത്രീകൾ പലപ്പോഴും കൃഷിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും എന്താണ്, അവർ ചെയ്യുന്ന ആ ലേബറിന് അല്ലെങ്കിൽ അവർ നൽകുന്ന ലേബറിന് വില നൽകുന്നില്ല. സോ ദിസ് ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ, ഈ രണ്ട് വസ്തുക്കൾക്കും വേണ്ടിയാണ് വിമൻസ് മൂവ്മെൻറ്റ് റൂറൽ ഇന്ത്യയിൽ നിലകൊണ്ടിരുന്നത്. സോ ഒരു ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നടക്കുകയാണ്. അതായത് while more women are performing agriculture work, they lack the corresponding rights. സോ അവർ അഗ്രികൾച്ചർ മേഖലയിൽ കൂടുതൽ ഇടപെട്ട് വരുന്നുണ്ടെങ്കിലും എന്ത് കാണുന്നില്ല, അവർക്ക് ഒരു ഭൂമി അവകാശം വെക്കാനോ അല്ലെങ്കിൽ അവർ വിളവെടുക്കുന്നതിൽ അവർക്ക് അവകാശം ലഭിക്കുന്നില്ല. സോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. അതായത് വിമൻ ഡു ദ ബൾക്ക് ഓഫ് സോയിങ്, ട്രാൻസ്പ്ലാന്റിങ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് കെയർ ബട്ട് റെയർലി ഓൺ ദ ലാൻഡ് ഓർ ഹാവ് ആക്സസ് ടു ദി ക്രെഡിറ്റ്. സോ സ്ത്രീകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർ ഈ ആദ്യഘട്ടത്തിൽ തന്നെ വിത്ത് നടുന്നത് തൊട്ട് മാറ്റി നടുന്നത് അല്ലെങ്കിൽ പറിച്ച് നടുന്നത്, പിന്നെ ലൈഫ് സ്റ്റോക്ക് പശുക്കളും മറ്റ് മൃഗങ്ങളെ വളർത്തുകയും അതിൻ്റെ പരിപാലനം ചെയ്യുന്നതിലെല്ലാം സ്ത്രീകൾക്കാണ് ഒരു ലാർജർ റോളുള്ളത്. പക്ഷേ എന്തിലേക്ക് ഇത് നയിക്കുന്നില്ല, പലപ്പോഴും ഇവരെ ഉടമസ്ഥ അവകാശമുള്ളവരായിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ലഭിക്കുന്ന കൂട്ടം ആയിട്ട് മാറ്റുന്നില്ല. സോ മൂവ്മെൻറ്റ്സ് ഹാവ് മൂവ് ഫ്രം സോഷ്യൽ റിഫോംസ് ടു പൊളിറ്റിക്കൽ റൈറ്റ്സ്. സോ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യുകയാണ്,
ഒരു സോഷ്യൽ റിഫോമിൽ നിന്ന് മാറിക്കൊണ്ട് പൊളിറ്റിക്കൽ റൈറ്റ്സിലേക്ക് മാറുകയാണ്. സോ 19th സെഞ്ച്വറിയിൽ സോഷ്യൽ റിഫോംസ് ആയിരുന്നു ആവശ്യം. 1970s ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആവശ്യമായിട്ട് മാറുകയാണ്. സോ ദേ ആർ സ്റ്റാർട്ടിങ് ടു ഡിമാൻഡ് മിനിമം വേജസ് ആൻഡ് റെക്കഗ്നിഷൻ ആസ് ഫാമേഴ്സ് റാദർ ദാൻ ഹൗസ് വൈഫ്. സോ ഈ മേഖലയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം, അവർ വെറും ഹൗസ് വൈഫ്സ് എന്ന് ലേബിൾ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ലേബറിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഇതിന് പകരം എന്താണ്, അവരെയും ഫാമേഴ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നുള്ള ആവശ്യം സ്ത്രീകൾ ഡിമാൻഡ് ചെയ്യണം. മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ലേബറിന് ഡിമാൻഡ് അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ലേബറിന് തക്കതായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ മിനിമം വേജ് നൽകണമെന്നുള്ളതായിരുന്നു മറ്റൊരാവശ്യം. സോ ഇവിടെയും കേരള മോഡലിന് ഒരു പ്രത്യേകതയുണ്ട്. സോ കേരളാസ് അപ്രോച്ച് ഇസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് വിമൻ ഇൻ ടു സ്റ്റേറ്റ്സ് ഗവർണൻസ് റാദർ ദാൻ ജസ്റ്റ് ബീങ് ഒപ്പോസിഷണൽ. സോ കേരള മോഡൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ എന്ത് ചെയ്യുന്നില്ല, ഔട്ട്സൈഡ് ദി സിസ്റ്റം ആക്കുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, സിസ്റ്റത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് പല വിമൻ സെൻട്രിക് ആയിട്ടുള്ള നടപടികളും പ്രോജക്റ്റുകളും കൊണ്ടുവരികയാണ്. സോ അതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുടുംബശ്രീ. സോ കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വിമൻസ് നെറ്റ്വർക്ക് ആയിട്ടാണ് കുടുംബശ്രീ നമ്മൾ പറയുന്നത്. സോ കുടുംബശ്രീ എന്ത് ചെയ്യുന്നു, ഒരു എക്കണോമിക് കളക്റ്റീവാണ്, അതായത് ഒരു മൈക്രോ ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ആൻഡ് അതിന് പൊളിറ്റിക്കലിയും എന്തുണ്ട്, ലോക്കൽ പ്ലാനിങ്ങിൻ്റെയും ഭാഗമാകുകയാണ്. മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലേബർ സ്ട്രഗിൾ, സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലേബർ സ്ട്രഗിൾ കേരളത്തിലും ഉണ്ട്. അതായത് ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സ് നമുക്കറിയാം, ഒരു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ അവരും ഒരു സമരത്തിലൂടെ കടന്നു പോയതാണ്. അവരുടെ ആവശ്യം എന്തായിരുന്നു, അവർ ചെയ്യുന്ന ജോലിക്ക് ആവശ്യമായിട്ടുള്ള തക്കതായിട്ടുള്ള റെമ്യൂണറേഷൻ അവർക്ക് ലഭിക്കണമെന്നായിരുന്നു. സോ പലപ്പോഴും അവർ ചെയ്യുന്ന ജോലിന് എന്ത് ചെയ്യണം, വോളണ്ടറി വർക്കായിട്ട് ലേബൽ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, അതിനെ കെയർ ലേബറിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവർക്കും ആവശ്യമായിട്ടുള്ള പെൻഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വേതനം നൽകണമെന്നാണ് ആവശ്യം. സോ നമ്മൾ ഫേമസ് ആയിട്ടുള്ള 2-3 സ്ട്രഗിൾസ് പറയണമെങ്കിൽ മൂന്നാറിൽ നടന്ന പെൺപിള്ളை ഒരുമൈ, അതെന്തായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള സ്ത്രീകൾ തന്നെ നയിച്ച ഒരു സമരമായിരുന്നു. ടീ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എന്തിനെതിരെ പോരാടിയത്, എക്സ്പ്ലോയിറ്റേഷനെതിരെ പോരാടിയതായിരുന്നു ഈ പെൺപിള്ളை ഒരുമൈ. കൂടാതെ എക്കോളജിക്കൽ ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ദേ ലീഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ലാൻഡ് ഏലിയനേഷൻ ആൻഡ് എൻവയറൺമെന്റൽ ഡിസ്ട്രക്ഷൻസ്. ആറന്മുള ആൻറ്റി എയർപോർട്ട് മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻറ്റ്സിനെതിരെ കൂടുതലും നേതൃത്വം എടുത്തത് ആരാണ്, സ്ത്രീകളാണ്. സോ സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യുകയാണ്, പല സന്ദർഭങ്ങളിലും കേരളം എടുത്തു കഴിഞ്ഞാൽ ഒരു പോളിസി എംബഡഡ് ഫെമിനിസം കാണാം. അതായത് സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് സപ്പോർട്ടഡ് ജെൻഡർ കാർണിവൽസ് അല്ലെങ്കിൽ ജെൻഡർ റിസോഴ്സ് സെൻറ്റേഴ്സ് ബ്രിങ് ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് ഡയറക്ട്ലി ഇൻ ടു പബ്ലിക് പോളിസി. സോ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനോട് തന്നെ സ്ത്രീകളെ പല സന്ദർഭങ്ങളിലും എന്താണ് സിസ്റ്റത്തിൻ്റെ പുറത്തുമാക്കുന്നുണ്ട്, അതേസമയം തന്നെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പബ്ലിക് പോളിസിയുടെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ കോണ്ടംപററി മൊബിലൈസേഷൻ സ്ത്രീകളുടെ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഫേസ് ഓഫ് മൂവ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ എ ഷിഫ്റ്റ് ടുവേർഡ്സ് കെയർ എക്കോണമി ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ്. സോ ആവശ്യം എന്തിലേക്ക് മാറിയാണ്, കെയർ എക്കോണമിയുടെ ഭാഗമാകാനും ഡിജിറ്റൽ റൈറ്റ്സ് ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ്. സോ പ്രൊട്ടസ്റ്റിംഗ് ദ പാരഡോക്സ് വൈ വിമൻ ആർ ദി ബാക്ക് ബോൺ ഓഫ് ഹെൽത്ത് കെയർ ബട്ട് റിമെയിൻ അണ്ടർ പെയ്ഡ്. സോ പലപ്പോഴും പറയുമ്പോഴത്തേക്ക് പറച്ചിലുള്ള പ്രയോഗം എന്താണ്, സ്ത്രീകളാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നും അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇവരുടെ കെൽപ്പ് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുകയും, പക്ഷെ അതേസമയം എന്ത് ചെയ്യണം, അവരെ അണ്ടർ പെയ്ഡായിട്ട് ഒരു സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമാക്കുന്നതാണ് ഒരു തലത്തിൽ പറയുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു റീഫ്രെയിം ഡൊമസ്റ്റിക് ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് ആസ് എസെൻഷ്യൽ എക്കണോമിക് ലേബർ ദാറ്റ് ഡിസേർവ്സ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ. സോ ഈ കെയർ
സിസ്റ്റം അല്ലെങ്കിൽ കെയർ എക്കോണമിയുടെ ഭാഗമായിട്ട് മാറ്റണം ഈ പറയുന്ന സർവീസസ് എല്ലാം തന്നെ. സോ അതിനായിട്ട് എന്ത് ചെയ്യണം, ഡൊമസ്റ്റിക് തലങ്ങളിൽ നടക്കുന്ന ജോലികളും കമ്മ്യൂണിറ്റി തലങ്ങളിൽ സ്ത്രീകൾ ഏറ്റെടുക്കുന്ന ലേബറും എന്ത് ചെയ്യണം, സ്റ്റേറ്റ് സംരക്ഷണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു ആക്ച്വലൈസേഷൻ, ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. സോ സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ പറയുന്ന റൂറൽ മൂവ്മെൻറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്? 3 തലങ്ങളിലാണ് ഇത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസ് വരുന്നത്. അതായത് ആദ്യം തന്നെ സെലക്റ്റീവ് അക്കോമഡേഷൻ, അതായത് സ്റ്റേറ്റ് ആദ്യം തന്നെ ഒരു പരിഹാരം കൊണ്ടുവരുന്നു എന്ന് ഒരു തോന്നൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാണ്, അവർ പല സന്ദർഭങ്ങളും കമ്മിറ്റീസിന് രൂപം കൊള്ളുന്നു. സോ ആ കമ്മിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് വഴി തന്നെ എന്താണ്, ഒരു ചിന്ത നൽകുകയാണ്. അതായത് അവരൊരു ടെമ്പററി റിലീഫ് നൽകുകയാണ് ആളുകൾക്ക്. സോ കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വഴി ആളുകൾക്ക് ഒരു തോന്നൽ നൽകുകയാണ്. അതായത് ഈ കമ്മിറ്റീസ് എന്ത് ചെയ്യും, ഒരു പഠനം നടത്തുമെന്നും ആൻഡ് അതിൽ നിന്ന് അൾട്ടിമേറ്റ്ലി ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. സോ സെലക്റ്റീവ് അക്കോമഡേഷൻ ആണ് ഒന്ന്. മറ്റൊന്ന് പറഞ്ഞാൽ കോ ഓപ്റ്റേഷൻ, അതായത് ടേണിംഗ് സ്ട്രക്ചറൽ ഡിമാൻഡ്സ് ഇൻ ടു സിമ്പിൾ വെൽഫെയർ സ്കീംസ് ടു ഡീപൊളിറ്റിസൈസ് ദം. സോ പലരും അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസ് ഇതേപോലെ ആവശ്യപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ്സിന് എന്ത് ചെയ്യും, അവർ വെൽഫെയർ സ്കീംസിൻ്റെ ഭാഗമാക്കുക അല്ലെങ്കിൽ അതിനെ തന്നെ വെൽഫെയർ സ്കീമിൻ ആക്കി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യും, ഡീപൊളിറ്റിസൈസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു റെസ്പോൺസ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കൊഹേഴ്സീവ് കൺട്രോൾ, അതായത് യൂസിങ് ഫോഴ്സ് ടു സ്റ്റോപ്പ് ദീസ് പ്രൊട്ടസ്റ്റ്. സോ എന്താണ്, ഇവരുടെ ആവശ്യങ്ങളൊന്നും കേൾക്കാതെയോ നിറവേറ്റാതെയോ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നതാണ്, പ്രൊട്ടസ്റ്റുകൾക്ക് എതിരെ ഫോഴ്സിബിൾ മെക്കാനിസംസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്നതാണ്. സോ ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് 1. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് 2ലേക്ക് പോകാം. ഓക്കെ, ആർക്കും സംശയമില്ലെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗോ ടു യൂണിറ്റ് 2. യൂണിറ്റ് 2 എന്ന് പറയുന്നത് NGOs ആൻഡ് CSR ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് NGOസിൻ്റെയും CSR ഫണ്ടിൻ്റെയും ഒരു ഓപ്പറേഷണൽ കപ്പാസിറ്റി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. സോ ആദ്യം തന്നെ NGOs ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. സോ NGOs എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു മിഡിൽ സ്പേസ് ആയിട്ട് വേണം ഒരു NGOനെ കാണാനായിട്ട്. സോ പലപ്പോഴും NGOs എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ റൂട്ടഡ് ഓൺ ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്. ആൻഡ് ഇവരുടെ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോക്കസ് ഓൺ സോഷ്യൽ മൊബിലൈസേഷൻ, അവയർനെസ് ആൻഡ് ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റി ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ NGOs പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, റൂറൽ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിയൻ ആശയത്തിൽ നിലകൊണ്ടുകൊണ്ട് ഇവരെ ഒരു സെൽഫ് എംപവർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് കെൽപ്പുള്ള ഒരു കമ്മ്യൂണിറ്റി വൈസായിട്ട് എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആശയം. സോ അതിനായിട്ട് എന്ത് ചെയ്യുന്നു, പലപ്പോഴും സോഷ്യൽ മൊബിലൈസേഷൻ മെത്തഡ്സ് ഉപയോഗിക്കുകയും അവയർനെസ് നൽകുകയും കൂടാതെ എന്താണ്, കമ്മ്യൂണിറ്റി ഓണർഷിപ്പിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സൃഷ്ടിക്കുന്നതുമാണ് NGOs ചെയ്യുന്നത്. സോ കേരള കോണ്ടെക്സ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ NGOs പല സന്ദർഭങ്ങളും പഞ്ചായത്തുകളോട് ചേർന്നതുണ്ട്, അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട്
ഒത്തുചേർന്നുകൊണ്ട് ഒരു സിനർജി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. സോ കേരളാസ് ഹൈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് മേക്സ് ദീസ് പാർട്ട്ണർഷിപ്സ് ഹൈലി എഫക്റ്റീവ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് ലിറ്ററസി ആൻഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. സോ കേരളത്തിൽ പലപ്പോഴും എന്താണ് എൻ ജി ഒസിൻ്റെ ഇടപെടൽ ഒരു സക്സസ്ഫുൾ രീതിയിലാണ് കണ്ടുവരുന്നത്. സോ പലതരത്തിലുള്ള എൻ ജി ഒസ് ഉണ്ട്. ആൻഡ് എൻ ജി ഒസിനെ പ്രൈമറിലി നമുക്ക് എങ്ങനെയാണ് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിന് അസസ് ചെയ്തുകൊണ്ടാണ് ടൈപ്സ് ഓഫ് എൻ ജി ഒ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. സോ സർവീസ് ഡെലിവറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ ജി ഒസ് ഉണ്ട്, ദർ ആർ എംപവർമെൻറ്റ് ഓറിയൻറ്റഡ് എൻ ജി ഒസ് ഉണ്ട്, എൻവയൺമെൻറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ ജി ഒസ് ഉണ്ട്, ആൻഡ് ലൈവ്ലിഹുഡ് ഫോക്കസ്ഡ് എൻ ജി ഒസ് ഉണ്ട്. സോ സർവീസ് ഡെലിവറി ഓറിയൻറ്റഡ് എൻ ജി ഒസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവരുദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ദി ബേസിക്സ്, അതായത് ഹെൽത്ത് കെയർ നൽകുന്നതും ഹൗസിംഗ് നൽകുക, എഡ്യൂക്കേഷൻ നൽകുന്ന രീതിയിലുള്ള എൻ ജി ഒസ് ആണ് സർവീസ് ഡെലിവറി എൻ ജി ഒസ്. എംപവർമെൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് ബേസ്ഡ് ക്യാമ്പയിൻസ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് നൽകുന്ന തരത്തിലുള്ള എൻ ജി ഒസ് ആണ്. എൻവയൺമെൻറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫോക്കസ് ബയോഡൈവേഴ്സിറ്റിയിലും ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലുമാണ്. ആൻഡ് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ലൈവ്ലിഹുഡ് ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫോക്കസ് എന്താണ്, മൈക്രോ ഫിനാൻസിങ്ങിലും സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് സ്വയം ഒരു തൊഴിൽ ചെയ്യുന്ന രീതിയിലേക്ക് വ്യക്തികളെ ട്രെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻ ജി ഒസ് ആണ് ലൈവ്ലിഹുഡ് ഫോക്കസ്ഡ്. സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ എൻ ജി ഒ കേസ് സ്റ്റഡീസ് നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്നുള്ളതും കേരളത്തിൽ നിന്നുള്ളതും നൽകിയിട്ടുണ്ട്. പ്രോമിനൻ്റ് ആയിട്ടുള്ള എൻ ജി ഒസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള എൻ ജി ഒ കേസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ MSSRF എന്ന് പറയുന്ന തമിഴ്നാടുവിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻ ജി ഒ ആണ്. സോ ഇവർ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ ബയോ വില്ലേജ് മോഡൽ പ്രൊവൈഡ്സ് ഫാമേഴ്സ് വിത്ത് ഡിജിറ്റൽ സോയിൽ ഹെൽത്ത് ആൻഡ് വെതർ ഡേറ്റ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫാമേഴ്സിന് ഒരു ഡേ ടു ഡേ അല്ലെങ്കിൽ റിയൽ ടൈം ഇൻഫർമേഷൻ നൽകുകയാണ്. അതായത് അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ കൃഷി ഇറക്കുന്ന മണ്ണിൻ്റെ ആരോഗ്യാവസ്ഥ എന്താണെന്നുള്ളതും വെതർ ഡേറ്റ നൽകുന്നതുമാണ് ഈ എൻ ജി ഒയുടെ ഫോക്കസ്. മറ്റൊരു എൻ ജി ഒ എന്ന് പറഞ്ഞാൽ പ്രധാൻ, അതായത് ജാർഖണ്ഡ് അല്ലെങ്കിൽ ഒഡീഷയിൽ ഉള്ളതാണ് ഈ പർട്ടിക്കുലർ എൻ ജി ഒ. സോ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ സ്പെഷ്യലൈസ്ഡ് ലൈവ്ലിഹുഡിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് പോൾട്രിയും സിൽക്ക് പ്രൊഡക്ഷൻ, സെറികൾച്ചറിൽ സ്കിൽസ് നൽകുന്ന ഈ രണ്ട് മേഖലകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മറ്റൊരു എൻ ജി ഒ രാജസ്ഥാനിലുള്ളതാണ് ബെയർഫുട്ട് കോളേജ് എന്ന് പറയും. സോ ഇവിടെ ദേ ട്രെയിൻ റൂറൽ ഗ്രാൻഡ് മദേഴ്സ് ടു ബിക്കം ബെയർഫുട്ട് സോളാർ എൻജിനീയേഴ്സ്. അതായത് എല്ലാ വില്ലേജുകൾക്കും ഇലക്ട്രിസിറ്റി ലഭിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിഫൈങ് റിമോട്ട് വില്ലേജസ് എന്നുള്ള ആശയത്തോടെ എന്ത് ചെയ്യാണ് ദ ട്രെയിനിങ് റൂറൽ ഗ്രാൻഡ് മദേഴ്സ് സോളാർ എൻജിനീയേഴ്സ് ആകാനായിട്ട്. സോ ഈ പറഞ്ഞതെല്ലാം എൻ ജി ഒ കേസ് സ്റ്റഡീസ് ആണ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന്. ഇനി കമ്മിങ് ടു കേരള കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കുടുംബശ്രീ പാർട്ട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ എൻ ജി ഒസ് എന്ത് ചെയ്യുന്നു, ദേ പ്രൊവൈഡ് ദ ട്രെയിനിങ് ഫോർ ദിസ് സ്റ്റേറ്റ് റൺ മിഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ. സോ കുടുംബശ്രീയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ആ ലിങ്ക് ചെയ്തുകൊണ്ട് എൻ ജി ഒസ് എന്ത് ചെയ്യാണ് പല സ്റ്റേറ്റ് റൺ മിഷൻസും നുള്ള തക്കതായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നു. എസ്പെഷ്യലി ഇവരുടെ ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് എന്താണ് ഒരു ഡിസാസ്റ്റർ സന്ദർഭങ്ങളിൽ കാണാവുന്നതാണ്. ആൻഡ് വയനാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന തണൽ ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ക്യാപിറ്റൽ, അതായത് ഫാമേഴ്സിനെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അവരൊരു പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസിലേക്ക് പോകാനായിട്ട് ഓർഗാനിക് തലത്തിലേക്ക് മാറാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ തണൽ എന്ന് പറയുന്നത്. ആൻഡ് മൈത്രി മറ്റൊരു ഓർഗനൈസേഷനാണ്, എഗൈൻ വയനാടിലുള്ളതാണ്. ഇവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയിൽ അവരുടെ വെൽഫെയറിനായിട്ടാണ്. അതായത് ഫോറസ്റ്റ് റൈറ്റ്സ് സെക്യൂർ ചെയ്യാനായിട്ട് ഫോറസ്റ്റിൽ നിന്ന് ശേഖരിക്കുന്ന പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. മറ്റൊന്ന് പിയമേഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ഇടുക്കിയിലാണ് ഇതുള്ളത്. സോ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്പ് സ്മോൾ ടീ ആൻഡ് കാർഡമം ഫാമേഴ്സ് ത്രൂ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് മോഡൽ. സോ ഒരു ലാർജർ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് മോഡൽ വഴി എന്ത് ചെയ്യുന്നു,
സ്മോൾ ടീ ആൻഡ് കാർഡമം ഫാമേഴ്സിനെ ഒരു ലാർജർ ഫാമിംഗ് മോഡലിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. സോ ദിസ് ഇസ് വാട്ട് എൻ ജി ഒസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി കമ്മിങ് ടു CSR. CSR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോ CSRൻ്റെ ഫോക്കസ് ഇപ്പോൾ എവിടെയാണ്? CSR എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാരിറ്റി എന്നുള്ളത് അല്ല, പകരം എന്താണ് അത് ഒരു ലീഗലി മാൻഡേറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന ഒരു കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ്. സോ ഇത് വന്നതെന്ന് പറഞ്ഞാൽ ദ കമ്പനീസ് ആക്ട് 2013 ഫലമായിട്ട് it requires eligible companies to spend 2% of their profits on social development. So ഈ കമ്പനീസ് ആക്ട് 2013 ഭാഗമായിട്ടാണ് CSR എന്തായിട്ട് വന്നത്? 2% പ്രോഫിറ്റിൽ നിന്ന് 2% എന്ത് ചെയ്യണം? കമ്പനീസ് സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കണമെന്ന്, അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കണമെന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരികയാണ്. So it moves away from simple donations towards strategic goals like digital literacy, renewable energy and supply chain security. So ഈ ഒരു 2% മാറ്റിവെക്കണം എന്ന് പറയുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പകരം എന്താണ് സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള പ്രോജക്ട്സ് അണ്ടർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫണ്ട് ചെയ്യുക എന്നുള്ള ബോധ്യത്തോടെയാണ്. സോ ഇപ്പോൾ ഈ CSR കൂടുതലും പ്രവർത്തിച്ചു വരുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായിട്ടും റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയും സപ്ലൈ ചെയിൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സിലാണ് കൂടുതലും CSR പ്രയോഗം വരുന്നത്. സോ മേജർ CSR ഇൻ്റർവെൻഷൻസ് ഇൻ റൂറൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പ് ഒരു പ്രോമിനൻറ്റ് പ്ലെയർ ആണ്. അതായത് ദേ ഫോക്കസ് ഓൺ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് TCS ഡിജിറ്റൽ ലിറ്ററസി സോഫ്റ്റ്വെയർ ഫോർ റൂറൽ സ്കൂൾസ്. സോ ടാറ്റ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? അവരുടെ CSRൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റും കൂടാതെ ഡിജിറ്റൽ ലിറ്ററസി സോഫ്റ്റ്വെയർ പ്രോഗ്രാംസും റൺ ചെയ്യുകയാണ് റൂറൽ സ്കൂളുകളിൽ. സോ അതേപോലെ ITCയും റിലയൻസ് ഫൗണ്ടേഷനും എന്ത് ചെയ്യുന്നു? ഇതേപോലെ റൂറൽ മേഖലകളിൽ അവരുടെ മേഖലകളിൽ CSR ഇൻ്റർവെൻഷൻസ് നടത്തി വരികയാണ്. കേരളത്തിലും നമുക്ക് കാണാം BPCL കൊച്ചി റിഫൈനറി ചെയ്യുന്നുണ്ട്, ഫെഡറൽ ബാങ്ക് ചെയ്യുന്നുണ്ട്, കിറ്റെക്സ് ചെയ്യുന്നുണ്ട്. കൂടാതെ കോപ്പറേറ്റീവ്സ് IFFCO അല്ലെങ്കിൽ മിൽമ പോലുള്ള കോപ്പറേറ്റീവ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ CSR ഫണ്ട് കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. സോ ഈ ഒരു NGO അല്ലെങ്കിൽ CSRൻ്റെ വരവ് വഴി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ പബ്ലിക് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി സിനർജി. സോ NGOs എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും എന്താണ്? ട്രസ്റ്റുകളാണ്. സോ ട്രസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു മൊബിലൈസേഷന് വഴിയൊരുക്കാൻ സാധിക്കുന്നു. ആൻഡ് CSR എന്ത് കൊണ്ടുവരുന്നു? CSR ഫണ്ടിങ്ങും ടെക്നോളജിയും മാനേജ്മെൻറ്റ് എക്സ്പെർട്ടീസും കൊണ്ടുവരികയാണ്. സോ ഇവിടെ എന്താണ്? ഒരു പബ്ലിക് പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോമ്പിനേഷൻ, ഒരു സിനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതുവഴി NGOസിൻ്റെയും CSRൻ്റെയും കൊളാബറേഷൻ വഴി എന്തൊക്കെ ചാലഞ്ചസും ഉണ്ടാകുന്നുണ്ട്? NGOസിന് പലപ്പോഴും NGOs പ്രവർത്തിച്ചു വരുന്നത് എങ്ങനെയാണ്? ഔട്ട്സൈഡ് എലമെൻസിൽ നിന്നുള്ള ഫണ്ടിങ് എടുത്തുകൊണ്ടാണ്. സോ പലപ്പോഴും ഈ ഫണ്ടിങ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും ഒരേപോലെ ഫണ്ടിങ് ലഭിക്കണമെന്നില്ല. കൂടാതെ എന്താണ്? ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി NGOസിന് ലഭിക്കുന്ന ഫണ്ടിങ്ങിൽ സെൻട്രൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതേപോലെ ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസും NGOs നേരിടുന്ന ഒരു പ്രശ്നമാണ്. CSR എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്. അതൊരു ലോങ് ടേം ഫോക്കസോടെ പ്രവർത്തിക്കുന്നതല്ല. അതായത് അവരുടെ പ്രോഫിറ്റ് അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് എല്ലാ വർഷവും ഒരു ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആയിരിക്കാം അണ്ടർടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആകാം ഫണ്ട് ചെയ്യുന്നത്. സോ പലപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് ഷോർട്ട് ടേമിഷ് ആണ്. കൂടാതെ ദർ ഇസ് എ ലാക്ക് ഓഫ് കോർഡിനേഷൻ വിത്ത് ലോക്കൽ പഞ്ചായത്ത്. ഒരു ലോക്കൽ ഗ്രാസ് റൂട്ട് മൊബിലൈസേഷന് പലപ്പോഴും CSRന് സാധിക്കാറില്ല. സോ ഇതാണ് ചാലഞ്ചസ് ഫേസ് ബൈ NGOs ആൻഡ് CSR ഇനിഷ്യേറ്റീവ്സ്. അതോടെ നിങ്ങളുടെ ഈ യൂണിറ്റ് കഴിയുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നെങ്കിലും പറയുക. സോ ഇതോടെ നിങ്ങളുടെ ബ്ലോക്ക് 6 കഴിഞ്ഞു. ഇനി എസ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന പോർഷൻ പറയുക. ഇപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് എന്താണ്, ഇപ്പോൾ റൂറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഘട്ടങ്ങളിൽ, അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ഇൻഡിപെൻഡൻസ് ലഭിച്ച സന്ദർഭങ്ങളിലും കോണ്ടംപററി ഇന്ത്യയിലും അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ട്രാൻസിഷൻ ഒരു ചോദ്യമായിട്ട് വരാം നിങ്ങൾക്ക്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ NGOസിൻ്റെ ഇൻ്റർവെൻഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത്.